മക്കളെ ഉമ്മമാരവസ്ഥ അല്ലെങ്കിൽ വാപ്പമാരവസ്ഥ എന്താണ്? ഈ മക്കളെ വീട്ടില് അല്ലെ, വീട്ടില് ഇവരെ മാനേജ് ചെയ്യണല്ലോ. നമ്മള് സ്റ്റഡീസും എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴും വീട്ടിൽ ഉമ്മമാരും ഉപ്പമാരും ഈ മക്കളെ എങ്ങനെ മാനേജ് ചെയ്യും നമ്മളിങ്ങനെ ആലോചിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കും, എന്റെ ടീച്ചേഴ്സും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവൂലേ, ഓ ഇതിന്റെ അമ്മ ഇപ്പൊ ഇതിനെ സഹിക്കുണ്ടല്ലോ അല്ലെ. അപ്പൊ ഇതാണ് പുതിയ കാലത്ത് കുട്ടികളെ കുറിച്ച് ആളുകൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന ധാരണ എന്ന് പറയുന്നത്. പക്ഷെ ടീച്ചേഴ്സിന് പുതിയ ടീച്ചർമാര് വരുമ്പോ ഓർക്കൊരു പേടിയായിരിക്കും, പക്ഷെ റബ്ബെ മക്കളാണ് എന്ത് ആക്കുന്നു, വലിയ പേടിയായിരിക്കും. പക്ഷെ പരിചയസമ്പന്നരായ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മക്കൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരിക്കും. കുട്ടികൾ വരുന്നത് ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പം ഈ പാരന്റിങ് ക്ലാസ് ആയിക്കോട്ടെ, നമ്മുടെ ഈ ഒരു PTA മീറ്റിംഗില് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ലാസ് വരുമ്പോ ഞാൻ ഇങ്ങനെ കേറി വന്ന സമയത്ത് ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നു, പാരന്റ് എന്ന് പറയുമ്പോ ഉമ്മമാര് മാത്രമേ ഉള്ളൂ, വാപ്പമാരില്ലേ? എനിക്ക് തോന്നുന്നു ഞങ്ങള് ഇവിടെ അല്ലെ പാരന്റ് അല്ലേ? അതെ, ഒരു കുട്ടിയുടെ പാരന്റ് ആണ്, ഒരാളാണ് വന്നിട്ടുള്ളത് തോന്നുന്നു. ഇന്ന് വർക്കിംഗ് ഡേ ആണ് അല്ലെ, ജോലിക്ക് പോയ ആൾക്കാരൊക്കെ ഉണ്ടാവും. എന്നാൽ കൂടുതൽ സമയവും എല്ലാരും പറയുന്ന ഒരു വാക്കിതാ, കുട്ടിനെ നോക്കേണ്ട പണിയൊക്കെ എന്റെ പണിയാണ് അല്ലെ, കുട്ടിനെ നോക്കേണ്ടതൊക്കെ എന്റെ ജോലിയാണ്, എന്റെ അടുത്ത് അല്ലെ, നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തു തരാം, ബാക്കി പരിപാടിയൊക്കെ നിങ്ങളെ പരിപാടിയാണെന്ന് പറയും. ഞാന് എന്റെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടാവുന്ന സമയത്ത് ഞാൻ അങ്ങനെ വിചാരിക്കുന്നു, രണ്ടുപേരും ഒരുമിച്ച് എന്റെ മീറ്റിങ്ങിന് വരണമെന്ന്. ചെറിയ മക്കളായിരുന്ന സമയത്ത് ഉമ്മിച്ചി ഇപ്പച്ചിയും വരട്ടെ മീറ്റിങ്ങിന് എന്ന് വിചാരിക്കും. പക്ഷെ ബാപ്പ പുറത്തായിരിക്കും, ഒരിക്കൽ പോലും ബാപ്പ ഇമ്മച്ചി ഒരുമിച്ചിന്റെ ഒരു മീറ്റിങ്ങിനും വന്നിട്ടില്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും നോക്കും, കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യും. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് പുതിയ കാലത്ത് നമ്മൾ പാരന്റിങ് എന്ന് പറയുന്നത് ഉമ്മമാര് മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല അല്ലെ, രണ്ടാൾക്കും രണ്ടുപേർക്കും അതില് കൃത്യമായിട്ടുള്ള പങ്കുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇന്നത്തെ കാലത്ത് നമ്മുടെ ഈ ജൂൺ 1 സ്കൂൾ തുറക്കാണല്ലോ, ജൂൺ 3-നോ 4-നോ കണ്ടാണല്ലോ സ്കൂൾ തുറന്നത്. അപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാം എല്ലാ ഉമ്മമാരും എനിക്ക് തോന്നുന്നുണ്ട് വാട്സപ്പും ഒക്കെ ഉള്ള സോഷ്യൽ മീഡിയയിലൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരെന്ന് എനിക്കറിയാം അല്ലെ. നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ ഗ്രൂപ്പ് ഉണ്ടാവും, നിങ്ങളുടെ +2-ലെ ഗ്രൂപ്പ് ഉണ്ടാവും, നിങ്ങളുടെ വീട്ടുകാരുടെ ഗ്രൂപ്പ് ഉണ്ടാവും, ഫാമിലിന്റെ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങള് പൊതുവെ അതിലൊക്കെ നന്നായിട്ട് ഇടപെടുന്ന ആൾക്കാരാണ്. നിങ്ങൾ മാത്രല്ല വാപ്പമാരും അതെ അല്ലെ, അച്ഛനും അമ്മയൊക്കെ മക്കളുടെ രണ്ടുപേരുടെ കാര്യങ്ങളും നിങ്ങൾ നന്നായിട്ട് നോക്കണേ. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും. അപ്പൊ ഞാനിതിങ്ങനെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോ ഞാനൊരു റീല് കാണണ്ടായി. ഒരു ഉപ്പയമ്മയും തകൃതിയായിട്ട് എന്ത് ചെയ്യാണ്, മക്കളെ സ്കൂൾ പറഞ്ഞേക്കാൻ നോക്കാണ്. ചുറ്റുപാത്രം റെഡിയാക്കുന്നു, വാപ്പ ടൈ കെട്ടിക്കൊടുക്കുന്നു, യൂണിഫോം റെഡിയാക്കി കൊടുക്കുന്നു, ഉമ്മ എന്ത് ചെയ്യുന്നു, ചുറ്റുപാത്രം റെഡിയാക്കി കൊടുക്കുന്നു, ഒക്കെ പറഞ്ഞേച്ച് ഭയങ്കര ഹറിബറി ഓടി ചാടി നടക്ക. ഉമ്മയപ്പയും എവിടെ? വീടിനകത്ത് മക്കളെ പറഞ്ഞേക്കാം. അപ്പൊ ഒരാളെ വിളിക്കുമ്പോ ഒരാൾ അങ്ങോട്ട് ഓടുന്നു, ഒരാൾ അങ്ങോട്ട് വിളിക്കുമ്പോ ഒരാൾ അങ്ങോട്ട് ഓടുന്നു. ഭയങ്കര ഹറിബറിയാണ് ആ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് ഓരോ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇവർ രണ്ടാളും നമ്മള് സ്കൂൾ ബസ് വരുന്നു, കോളേജ് ബസ് വരുന്നു, അവരതിൽ കയറ്റി വിടുന്നു. ബസ് പോയ പാടെ ഇവർ രണ്ടാളും കിടന്ന് ഡാൻസ് കളിക്കാം. ഇവർ രണ്ടാളും കിടന്ന് ഡാൻസ് കളിക്കാം. ശല്യങ്ങളൊക്കെ കണ്ട് ഒഴിഞ്ഞു കിട്ടിയല്ലോ അല്ലെ. രാവിലെ തന്നെ പോയി കഴിഞ്ഞാല് ഈ വെക്കേഷൻ ഉണ്ടാവുന്ന സമയത്ത് ഉമ്മമാര് കാണിക്കുന്ന ഒരു പരിപാടി ഇതാ, എന്നാ സ്കൂള് തുറക്ക അല്ലെ, എന്നാ സ്കൂള് തുറക്ക, സ്കൂളൊന്ന് തുറന്നു കിട്ടിയാ മതിയോ അല്ലെ. ആദ്യത്തെ 15 ദിവസം, 2 മാസമാണ് വെക്കേഷൻ, ആദ്യത്തെ 15 ദിവസം ആവുമ്പം തന്നെ പറയും സ്കൂളൊന്ന് തുറന്നു കിട്ടിയാ മതിയെന്ന് അല്ലെ. നമ്മളെല്ലാരും വിചാരിക്കണം, മനസ്സ് പോലും വിചാരിക്കുന്ന ഒരു കാര്യമാണ് സ്കൂളൊന്ന് തുറന്നു കിട്ടിയാ മതിയെന്ന്. നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും നിങ്ങൾ ഒറ്റക്ക് പോവുകയില്ല, നിങ്ങൾ മക്കളെയും കൂട്ടിയാ പോവുക അല്ലെ. തിരിച്ചു വരുമ്പത്തേനും വീട് തിരിച്ചു വെച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണോ നിങ്ങൾ മക്കളെ കൂട്ടി പോണെന്ന് അറിയില്ല അല്ലെ. അത്രക്കും നമുക്ക് നമ്മളെ മക്കളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ട്. പക്ഷേ പുതിയ കാലത്ത് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന പോലെയല്ല ലോകമുള്ളത്. നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന പോലെയല്ല നമ്മളെ കുട്ടികൾ ഇടപെടുന്ന ഇടങ്ങളുള്ളത്. അപ്പോ നമ്മളെ പാരന്റ്സ് എന്ത് ചെയ്യണം, അതിനനുസരിച്ച് മാറേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. ഉമ്മമാര് മാത്രല്ല, നിങ്ങളെ വാപ്പമാരും, അതായത് കുട്ടിയുടെ അച്ഛനും അമ്മയും ഒരുപോലെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഞാന് സ്കൂൾ പോയ സമയത്ത്
ഇങ്ങനെ ചെറിയ മക്കളെ അടുത്ത ഒരു ദിവസം സബ്സ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ നമ്മൾ ക്ലാസ് കയറും, ചെറിയ മക്കളെ ക്ലാസ് കയറും. ടീച്ചർ ഇല്ലെങ്കിൽ ആ ടീച്ചർക്ക് പകരം കയറാം. ടീച്ചർ ഇല്ലെങ്കിൽ നമ്മളോട് ഹെഡ്മാഷ് പറയും, കയറാൻ പറയും. അത് ഞാൻ കയറിയ സമയത്ത് 2ാമത്തെ പീരീഡ് ആയിട്ടുണ്ട്. ഒരു കുട്ടി വൈകി വരുന്നുണ്ട്. അപ്പൊ വൈകി വന്ന് ക്ലാസ്സിൽ ഇരുന്നു. 2ാമത്തെ പീരീഡ് ഞാൻ കയറണ്. അങ്ങനെ ഞാൻ പരിപാടിക്ക് കഴിഞ്ഞ് മക്കളോട് പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരെങ്ങനെ എൻഗേജ് ചെയ്ത് ഇരുത്തിയാൽ മതി ക്ലാസ്സിൽ. അത് കഴിഞ്ഞ് ഞാൻ പോയി. ഉച്ചയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നപ്പോ ഈ നേരം വൈകി വന്ന ആള് കിടന്നുറങ്ങാ. ഒരു ഉഷാറില്ല അവനക്ക്. അവനിങ്ങനെ എന്താ ചെയ്യണേ, കളിക്കാനൊന്നും വല്ലാണ്ട് കൂടണില്ല. നമ്മള് ഗെയിംസ് ഒക്കെ കൊടുക്കും. അപ്പം അപ്പ് ഡൗൺ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇവനെ ഇങ്ങനെ നിൽക്കും, പിന്നെ ഓനൊന്ന് ഇരിക്കും, വെയ്യ ഓനക്ക്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താടാ എനക്ക് ഇത്ര ഉറക്കം എന്ന് ചോദിച്ചു. അപ്പൊ ഒന്നും പറഞ്ഞില്ല, അവൻ ചിരിച്ച്. മക്കളോട് ആദ്യം ടീച്ചേഴ്സ് എന്ത് ചോദിച്ചാലും ആദ്യം അവർക്കൊരു ചിരിയാ ഉണ്ടാവുക. ആദ്യം അവൻ ചിരിച്ച്. അപ്പൊ ഞാൻ പിന്നെയും ചോദിച്ചു, എന്താടാ പറഞ്ഞോ, ടീച്ചറോട് പറഞ്ഞോ, എന്തേ ഉറങ്ങിയിട്ടില്ലേനോ തലേ ദിവസം എന്ന് ചോദിച്ചു. അപ്പം പറയാ എന്നോട്, ഗെറ്റ് ടുഗദറിന്റെ കാര്യത്തിലൊരു തീരുമാനമായില്ല, ആ തീരുമാനമായിട്ട് ഉറങ്ങാന്ന് വിചാരിച്ചാണ്. ഗെറ്റ് ടുഗദറിന്റെ കാര്യത്തില് തീരുമാനമായിട്ടില്ല, അത് തീരുമാനമായപ്പോത്തിന് കുറെ നേരമായി. അപ്പൊ ഞാൻ നേരം വൈകി നീക്കാണ് രാവിലെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, ആള് 2ാം ക്ലാസ്സിലാ. അപ്പൊ 2ാം ക്ലാസ്സിലുള്ള ആൾക്ക് എന്ത് ഗെറ്റ് ടുഗദർ, ഞാൻ അതാ വിചാരിക്കുന്നത്. അപ്പൊ സംഭവം എന്താ വെച്ചാല്, ഉമ്മ വാട്സപ്പിലായിരുന്നു രാത്രി 1 മണി 2 മണി വരെ. സംഭവം എന്താ, ഉമ്മാന്റെ വാട്സപ്പ് ഗ്രൂപ്പില്, ഉമ്മാന്റെ 10ാം ക്ലാസ്സിന്റെ ഗ്രൂപ്പില് ഗെറ്റ് ടുഗദറിന്റെ ചർച്ചയാണ്. ഉമ്മ ഇങ്ങനെ കിടക്കുമ്പോ ഉമ്മാന്റെ തോളത്തും കിടന്നിട്ട് ഇതും നോക്കി അങ്ങനെ നിക്ക. അപ്പൊ ഓരോരുത്തരും ഇങ്ങനെ വോയിസ് അയക്കും. ഓരോ ആളിങ്ങനെ വോയിസ് അയക്കുമ്പോ ഇവൻ അതിങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഓനോട് ചോദിച്ചാൽ അവർക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയാം. ആരൊക്കെ വരും, ആരൊക്കെ വരൂല, ഓരൊക്കെ വരാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ ഓർക്കറിയാം. ഏതൊക്കെ ആൾക്കാരുടെ അമ്മോന്റെ മക്കളെയൊക്കെ കല്യാണമാണ്. അവൻ പിന്നെ ഓരോന്നും വരുന്നില്ല. ഓനോട് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ചോദിച്ച് ഓന്റെ അമ്മാനേക്കാൾ ഓർക്ക് ഡീറ്റെയിൽസ് അറിയാം. അത്രക്ക് ഉഷാറായിട്ടാണ് ഗെറ്റ് ടുഗദറിന്റെ കാര്യവും പറയുന്നത്. നമ്മളൊക്കെ രാത്രി കടന്നുറങ്ങണ സമയത്ത് പോട്ടെ, സ്കൂളില്ലാത്ത സമയം നമ്മൾ നമ്മുടെ വീട്ടിലെടുക്കുമ്പോ, നമ്മളെ ഹസ്ബൻഡ് ഉണ്ടായിക്കോട്ടെ, നമ്മളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഈ ഫോൺ നോക്കും. അവരിവിടെ വന്നാ കിടക്കുക, ഫോണക്ക് ഇങ്ങനെ നോക്കിയിട്ടാ കിടക്കുക. അവർക്ക് ഫോൺ വേണമെന്നില്ല, എന്നാലും നിങ്ങളെ ഫോണൊക്കെ ഒരു കണ്ടാ മതി. വാപ്പമാരെ കൂടെ മക്കൾ ഇരിക്കുന്ന സമയത്ത് അവര് സംസാരിക്കാവൂല, നിങ്ങളെ കൂടെ മക്കൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങളും സംസാരിക്കാവൂല. നിങ്ങൾ എന്താ ചെയ്യുന്നുണ്ടാവുക, രണ്ടുപേരും ഫോണിലേക്ക് നോക്കുന്നുണ്ടാവുക. ഇനിയിപ്പോ ഇങ്ങനെ ഫോൺ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയാ, വാപ്പാന്റെ ഫോൺ എടുത്തോ പറയും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോക്കൽ ഫോൺ അവിടെ ഉണ്ടെങ്കിൽ അത് കൊടുക്കും. ടാബ്ലറ്റോ അല്ലെങ്കിൽ ഐഫോണോ ഐപോഡോ ഏത് സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിലോ അത് നമ്മൾ ഓരോടുത്ത് ഏൽപ്പിച്ചിട്ട് ഓരവിടെ സ്വസ്ഥായിട്ട് ഓരങ്ങനെ, നമുക്ക് സ്വസ്ഥത അതാണ്. അല്ലെങ്കിൽ ഉമ്മച്ചി ഇപ്പ തരമ്മ, അമ്മ അപ്പ തരമ്മ, ഫോൺ ഇപ്പ തരമ്മ, അമ്മ ഒന്ന് താ അമ്മ, ഇങ്ങനെ നമ്മളെങ്ങനെ കിടന്ന് അല്ലെ, നമ്മള് മോശമല്ല. പിന്നെ മക്കള് ചോദിക്കുന്നതിന് നമ്മളൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല അല്ലെ. ഇതിപ്പോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളും നമ്മുടെ മക്കളും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ മക്കള് നമ്മളുമായിട്ട് കൂടുതൽ സമയം സംസാരിക്കാണോ ചെയ്യുന്നത്, നമ്മളെ മക്കളുമായിട്ട് കൂടുതൽ സമയം സംസാരിക്കാണോ ചെയ്യുന്നത്, അതോ നമ്മൾ രണ്ടുപേരും വേറെ എന്തെങ്കിലും പണിയിലാണോ നോക്കാം. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളെ മക്കളുമായിട്ട് എത്ര സമയം ഒരു ദിവസം സംസാരിക്കും. ചെറിയ മക്കളെ കാര്യ പറയുന്നത്. വലിയ മക്കളെ ഓരേം കിട്ടൂല നിങ്ങൾക്ക്. വലിയ മക്കളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനിയത്തിമാരൊക്കെ വലിയ കുട്ടികളായിരിക്കും, ഓരോന്നും നിങ്ങൾക്ക് സംസാരിക്കാനേ കിട്ടൂല. പക്ഷേ നമ്മുടെ കുട്ടികള് ഈ ഒരു പ്രായത്തിലുള്ള മക്കൾ എന്ന് പറയുന്നത് വളർന്നു വരുന്ന കാലഘട്ടമാണ്. അവരുടെ ഓരോ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യുന്ന കാലാണ്. അതായത് എന്താണ് നല്ലതെന്ന് പഠിക്കുന്ന കാലാണ്, എന്താണ് ചീത്തതെന്ന് പഠിക്കുന്ന കാലാണ്. അനുകരിക്കുന്ന ആൾക്കാരാ, അനുകരണം. കണ്ടില്ലേ ചെറിയ മക്കളെ തട്ടട്ട് സാരിയൊക്കെ ചുറ്റി അല്ലെ, നമ്മള് തട്ടടുന്ന പോലെ തട്ടടും. ടീച്ചേഴ്സ് ഓരോ എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് അതേപോലെ ഒരു വടിയൊക്കെ എടുത്ത് സാരിയൊക്കെ ചുറ്റി അതൊക്കെ നോക്കിയിട്ട് ഓരെന്ത് ചെയ്യും, പഠിപ്പിക്കും. ഇനി നിങ്ങള് മെല്ലെ ഓരെങ്ങനെ നിരീക്ഷിച്ചു നോക്കുക, എവിടെയെങ്കിലൊക്കെ ഇരുന്നിട്ട് ഒന്ന് നിരീക്ഷിച്ചു നോക്കുക. ഒരു വെറുതെ സംസാരിക്കുന്നുണ്ടാവും, വെറുതെ ഇങ്ങനെ ഇമാജിനറി വേൾഡിലേക്കും ഓര്, കണ്ടില്ലേ, ഇമാജിനറി വേൾഡിലേക്കും. ആരുണ്ടാവില്ല തൊട്ടടുത്ത്, എന്നാലും ഓരിങ്ങനെ പറയും, ആ അത് വായിക്ക്, ഇത് വായിക്ക്, ഇതെടുക്ക് അല്ലെ. ഒരങ്ങനെ ഒരു ഇമാജിനറി വേൾഡിലാ. ഏറ്റവും മനോഹരമായ കാലഘട്ടമാണ് നമ്മുടെ കുട്ടികളുടെ ഈ പ്രായത്തിലുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത്.
വളരെ മനോഹരമായ കാലഘട്ടം. വളരെ നിഷ്കളങ്കരായ മക്കളാണ് ഈ പ്രായത്തിൽ ഉണ്ടാവുക. അവർക്ക് എന്തെങ്കിലും ഒരു സാധനം കൊടുത്തില്ലെങ്കിൽ വിഷമ, നിങ്ങൾ എന്തെങ്കിലും ഓരോട് ചീത്ത പറഞ്ഞ അവർക്ക് വിഷമ, തിരിച്ച് നമ്മളോട് പറയൊന്നുമില്ല. പക്ഷെ നമ്മൾ കുറച്ചും കൂടി വലുപ്പമായ മക്കളോട് നിങ്ങൾ ഒന്ന് വയ്ക്കാനേ അവിടെ നിങ്ങൾക്കൊന്നും കേൾക്കണ്ട നിങ്ങൾ വർത്താനം എന്ന് പറയും. പക്ഷെ ചെറിയ മക്കൾ അങ്ങനെയല്ല അല്ലെ. ചെറിയ മക്കളെ ചീത്ത പറയുന്നതും കുറച്ചും കൂടി വലിയ മക്കളെ ചീത്ത പറഞ്ഞതും വ്യത്യാസമുണ്ട്. തിരിച്ചു നിങ്ങൾക്ക് കേൾക്കും ഓരോരുത്തുനിന്ന്, ഇവരടുത്ത് നിങ്ങൾക്ക് കേൾക്കൂല. പക്ഷെ ഇവരെന്താണ്, അനുകരിക്കുന്ന കുട്ടികളാ. The wheels on the bus go round and round, round and round, round and round. The wheels on the bus goes round and round, all through the town. ബാക്കി എന്താ? ബാക്കി എന്താ? ബാക്കി എന്താ? ബാക്കി അറിയില്ലേ? അറിയില്ലേ? The doors on the bus go open and shut, open and shut, open and shut. The doors on the bus go open and shut, all through the town. എല്ലാരും മിണ്ടാതിരുന്നല്ലോ അല്ലേ? എല്ലാരും മിണ്ടാതിരുന്നല്ലോ. ഈ പാട്ട് മക്കൾക്ക് ഇഷ്ടാ. നമ്മൾ പഴയ കാലത്ത് ഒന്നാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. ഇത് പാടും ഞാൻ ഇതേപോലെ ഒരു ക്ലാസ്സിന് പോയപ്പോ ഈ പാട്ട് പാടിയേ. ഞാൻ വിചാരിച്ചു മക്കളൊപ്പം പാടുമല്ലോ, മക്കൾക്ക് ഈ പാട്ട് അറിയില്ല. അപ്പൊ ഞാൻ ഒന്നാം മല കയറി പോകണ്ട അവിടുന്ന് തലകുത്തി അതും പാടിയപ്പോൾ അതും അറിയില്ല. മക്കൾ എന്നോട് പറയാ മറ്റേ മിസ്സേ കാത്തുപാടി കാത്തുപാടിന്ന്. കാത്തുപാടി കാത്തുപാടി എന്നാ പറയുന്നത്. എന്താണ് കാത്തു? ആര് പറഞ്ഞു മ്യാവൂ അല്ലേ? ഏതാ? ഒരുമിച്ച് പാടോ? ഒരുമിച്ച് പാടോ? റെഡി? 1 2 3 സ്റ്റാർട്ട്. ആര് പറഞ്ഞു മ്യാവൂ ഞാനാണിങ്ങടെ കാത്തു, ആര് പറഞ്ഞു മ്യാവൂ ഞാനാണിങ്ങടെ കാത്തു, എന്നോടിഷ്ടം കൂടാൻ ആർക്കാണിഷ്ടം, ആർക്കാണിഷ്ടം അല്ലെ? മക്കൾക്ക് കാത്തു മതി. പിന്നെ ഒരു ഷിപ്പിന്റെ പാട്ടുണ്ടല്ലോ അല്ലെ? ഇപ്പം ഞാൻ അങ്ങനെ ഈ പാട്ട് പാടുന്ന സമയത്ത് ഉമ്മമാരിങ്ങനെ മൂളുന്നുണ്ട്. അപ്പൊ എന്താ, ഇതിങ്ങനെ ഇട്ടുകൊടുത്തിട്ടാണ് തീറ്റിക്കണത്. ഇതിട്ടുകൊടുത്തിട്ടാണ് തീറ്റിക്കണത്. അടുക്കളയില് എന്തെങ്കിലും ഒന്ന് ഫുഡ് ഫ്രണ്ടിൽ വെച്ചു കൊടുത്തിട്ട് പിന്നെ അതിന്റെ മുന്നിൽ എന്താ, ഭക്ഷണത്തിനേക്കാളും മെയിൻ എന്താ, മൊബൈൽ ഫോണാ. അതിന്റെ മുന്നിൽ ഇങ്ങനെ വെച്ചിട്ട് കാത്തു പാട്ട് അങ്ങനെ ഇങ്ങനെ മാറി മാറി വരും. റീൽസ് കാണണം അല്ലെ? റീൽസ് ഇങ്ങനെ മക്കൾ നമ്മളെക്കാട്ടി ഉഷാറായിട്ട് തോണ്ടും. കണ്ടില്ലേ? ഒരൊറ്റ വട്ടം കാണിച്ചു കൊടുത്താൽ മതി. എന്താണെങ്കിലും നിങ്ങൾ കാണിച്ചു കൊടുക്കണ്ട, നിങ്ങൾ ചെയ്യുന്നത് കണ്ടാ മതി, വേഗം ക്യാച്ച് ചെയ്യും. ഈ പ്രായത്തില് ബ്രെയിൻ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യും. ഇപ്പം പക്ഷെ മക്കൾ പഠിക്കണമൊക്കെ ആവശ്യമുള്ളതല്ല പഠിക്കണമെന്നുള്ളൂ, ആവശ്യമുള്ളതല്ല പഠിക്കണമെന്നുള്ളൂ. ഒരൊറ്റ കാര്യം നമ്മൾ മക്കളോട് ഒരൊറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി, അവർക്ക് അത് നന്നായിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് ഈ ഒരു പ്രായത്തിൽ തന്നെ എല്ലാവിധ ആക്ടിവിറ്റീസും മക്കളെ ഈ ഒരു പ്രായത്തിൽ തന്നെ പഠിപ്പിക്കുന്നത്. വലുതാവുന്നതിനനുസരിച്ച് നമുക്ക് മറവിയില്ലേ? വലുതാവുന്നതിനനുസരിച്ച് നമുക്ക് മറവിയില്ലേ? ചെറുപ്പത്തില് നമ്മൾ ഓർത്തു വെക്കുന്ന മാതിരിയുള്ള കപ്പാസിറ്റി നമുക്ക് ഇപ്പൊ ഓർത്തു വെക്കാൻ പറ്റൂല. പക്ഷെ മക്കൾക്കും അതിനങ്ങനെയല്ല. മക്കൾ എന്താണ്, ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് എന്ത് ചെയ്യും, ഭയങ്കര ബ്രെയിൻ കപ്പാസിറ്റിയാണ്. ഓരതിങ്ങനെ ഓർത്തെടുക്കാനും മനസ്സിലാക്കി വെക്കാനൊക്കെ ഓർക്ക് നന്നായിട്ട് പറ്റും. അപ്പൊ ഓർക്ക് വേണ്ടത് ടീച്ചേഴ്സ് മാത്രം കൊടുത്താ പോരാ. ഞങ്ങൾ സ്കൂൾക്ക് വിടുണ്ടല്ലോ, അതുപോലെ സ്കൂളിൽ നിന്ന് പഠിക്കുന്നുണ്ടല്ലോ, അത് മതിയല്ലോ. പല ഉമ്മമാരും പറയാറുണ്ട് അല്ലെ, ഞാൻ സ്കൂൾക്ക് വിടുന്നുണ്ടോളെ, 3.5 വയസ്സിൽ തന്നെ ഞാൻ സ്കൂൾ ചേർത്തണം വിചാരിച്ചിട്ടുണ്ട്, പഠിക്കട്ടെ. സ്കൂളിൽ നിന്ന് പഠിക്കുന്നതും വീട്ടിൽ നിന്ന് പഠിക്കുന്നതുമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. വീട്ടിൽ നിന്ന് പഠിക്കേണ്ടത് വീട്ടിൽ നിന്ന് തന്നെ പഠിക്കണം. സ്കൂളിൽ വിടുന്നുണ്ടല്ലോ അതൊക്കെ കുട്ടി പഠിച്ചോളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്നതൊക്കെ അല്ല നമ്മൾ വീട്ടിൽ നിന്ന് പഠിപ്പിക്കണേ. വീട്ടിൽ നിന്നും പഠിക്കാനും മക്കൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, സ്കൂളിൽ നിന്ന് പഠിക്കാനും നമുക്ക് ഒരുപാട് പഠിപ്പിക്കാൻ നമുക്ക് ഒരുപാട് കാര്യമുണ്ട്. ഒരു ദിവസം ഞാൻ പഠിപ്പിക്കുന്നതിന്റെ ഇടയിൽ കൂടെ എന്റെ ക്ലാസ്സിലെ 2 മക്കള് നല്ല തല്ല, 7ാം ക്ലാസ്സിലെ കുട്ടികളാ. 7ാം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ ചെന്നാണ് ഞാന്. ചെന്നപ്പം ഭയങ്കര തല്ല്, 2 ആള്. തല്ലെന്ന് പറഞ്ഞാല് ആൺകുട്ടികൾ 2 ആളാണ്, വൻ തല്ല. അപ്പൊ നമ്മളിത് മാറ്റി. അപ്പൊ നമ്മൾ ചെല്ലുമ്പോ തന്നെ നമ്മളോട് ഹെഡ്മാഷ് പറയും, വലിയ കുട്ടികളാണ്, കുറച്ചും കൂടി വലിയ മക്കളാവുമ്പോ നമ്മളോട് പറയും മാറ്റി വെക്കാൻ പോവരുത് എന്ന് പറയും, കുട്ടികളെ പിടിച്ചു വെക്കാൻ പോവരുത് പറയും. എന്താ പറയുന്ന വെച്ചാൽ അമ്മക്കും കിട്ടും.
ടീച്ചേഴ്സ് ആണെന്നൊന്നും ഓര് നോക്കൂല, നമുക്കും കിട്ടും ഒരിടത്തും തല്ല്. അപ്പൊ നമ്മള് ബസ്സിലുള്ള കാണുന്ന തല്ലൊക്കെ ആവേശത്തിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, മാറ്റി വെക്കാൻ പോകും. കിട്ടി 2 എനിക്കോ, ഞാൻ വേഗം വിട്ടിക്കുന്ന്. മാഷൊക്കെ വന്ന് 2 പേരെയും മാറ്റി നിർത്തി എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. മക്കളടുത്ത് ചോദിക്കുകയാണ് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ ഒരുത്തൻ പറഞ്ഞു അത് ഓനിന്റെ വാപ്പാക്ക് വിളിച്ചപ്പോ ഞാൻ ഓനെ തല്ലീതാന്ന് പറഞ്ഞു. ഓന്റെ വാപ്പാക്ക് വിളിച്ചുകൊണ്ട് ഞാൻ ഓനെ തല്ലീതാണെന്ന് പറഞ്ഞു. അപ്പൊ മറ്റോൻ പറഞ്ഞു അത് ഞാൻ അങ്ങനെ വിളിച്ചൊന്നുമല്ല, രസമായിട്ട് വിളിച്ചതാണെന്ന് പറഞ്ഞു. അതിൽ ഇവൻ പറഞ്ഞു എന്റെ വാപ്പ മരിച്ചിട്ട് ഇത്ര ദിവസമേ ആയിട്ടുള്ളൂ, ഓൻ അങ്ങനെ വിളിക്കാൻ പാടുണ്ടോ ചോദിച്ചു. അപ്പൊ പ്രശ്നം ഇതാണ്, ഓനെ വാപ്പാക്ക് വിളിച്ചത് ഓനക്ക് പറ്റിയില്ല. അപ്പം പിറ്റേ ദിവസം ഇതുപോലെ PTA മീറ്റിംഗ് വന്നു. PTA മീറ്റിംഗ് പിറ്റേ ദിവസം തന്നെ ഉണ്ട്. അപ്പം ടീച്ചേഴ്സിനെയൊക്കെ വിളിച്ചു വരുത്തി, അധ്യാപകരും അതേപോലെ തന്നെ പാരന്റ്സും മാതാപിതാക്കളും ഒക്കെ വന്നിട്ടുണ്ട്. ഒരു ഹാളിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ടീച്ചർ ഈ വിഷയം പറഞ്ഞു. ഇങ്ങനെ ഒരു തല്ലുണ്ടായി, ഇങ്ങനെയുള്ള വിഷയം ഉണ്ടായി എന്നൊക്കെ ടീച്ചർ പറഞ്ഞപ്പോ ഒരു ഉമ്മ നീറ്റ് എന്ന് ചോദിച്ചു, ഞങ്ങൾ സ്കൂൾക്ക് വിടുന്നത് ഞങ്ങളുടെ കുട്ടികളെ നിങ്ങൾ നോക്കാനല്ലേ ചോദിച്ചു. ഞങ്ങളെ കുട്ടികളെ നോക്കാനല്ലേ ഞങ്ങള് കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നതെന്ന് പറഞ്ഞു. ടീച്ചർ പറഞ്ഞു അതെ, നിങ്ങളുടെ ഉത്തരവാദിത്തം ആ സ്കൂൾ ബസ് വരുമ്പോൾ തീർന്ന എല്ലാ ഉത്തരവാദിത്തവും ഞങ്ങളെടുത്താ ശരിയാണ്, പക്ഷെ എന്തിനാണ് ഈ പ്രശ്നം ഉണ്ടായത് നിങ്ങൾക്ക് അറിയോന്ന് ചോദിച്ചു. ആ പാരന്റിനോട് ഇരിക്കാൻ പറഞ്ഞു. ടീച്ചർ ഈ കഥ പറഞ്ഞു, മക്കള് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചതാണ് പ്രശ്നമായത് പറഞ്ഞു. എന്നിട്ട് ടീച്ചർ പറഞ്ഞു UKGയിലോ LKGയിലോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താല് പാപ്പാക്ക് വിളിച്ചോന്ന് ടീച്ചേഴ്സ് പഠിപ്പിച്ചു കൊടുക്കണില്ല. LKGയിൽ പഠിപ്പിച്ചു കൊടുക്കണില്ല, 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ചു കൊടുക്കണില്ല, 2ാം ക്ലാസ്സിലും ടീച്ചേഴ്സ് അത് പഠിപ്പിച്ചു കൊടുക്കണില്ല. 3ലോ 4ലോ ഒന്നും തെറി വിളിക്കാനോ അങ്ങനെ വിളിച്ച ഇങ്ങനെ ചെയ്യണം, അടിക്കണം, കുത്തണം, കാട്ടണം എന്നൊന്നും ടീച്ചേഴ്സ് പഠിപ്പിച്ചു കൊടുക്കണില്ല. ഇത് മക്കൾക്ക് എവിടുന്ന് കിട്ടണൂന്നാ ടീച്ചർ ചോദിച്ചത്. ടീച്ചർ ചോദിച്ചത് ഇത് മക്കൾക്ക് എവിടുന്ന് കിട്ടണൂന്നാ ചോദിച്ചത്. ആ അമ്മ ഒന്നും മിണ്ടിയില്ല. ചിലപ്പോ നമ്മൾ പറയും കളിക്കാൻ പോയെടുത്തുനിന്ന് കിട്ടിയതാണോ അല്ലെ, കളിക്കാൻ പോയെടുത്തുനിന്ന് ഓന്റെ കൂടെ കളിക്കുന്ന ആൾക്കാരൊന്നും അത്ര ശരിയല്ല, ഓനക്ക് അത് അവിടുന്ന് കിട്ടിയതാണോ തോന്നുന്നുണ്ട്. ഈ കളിക്കാൻ വരുന്ന കുട്ടി എവിടുന്നാ വരുന്നത്? നമ്മളെ മക്കൾ എവിടുന്നാ പോകുന്നത്? വീട്ടിൽ നിന്നാ പോകുന്നത് അല്ലെ. അപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷകൾ ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ മക്കൾ മൊത്തം അനുകരിക്കുന്ന മക്കളാ. ഒരു കാര്യം പറഞ്ഞാൽ മതി, വേഗം അത് മനസ്സിലാക്കിയെടുക്കും, അനുകരിക്കും, എല്ലാ കാര്യങ്ങളും നോക്കി പഠിക്കും. എല്ലാം നമ്മൾ സംസാരിക്കുന്ന ഓരോന്നിനും വ്യത്യാസമുണ്ട്. നമ്മുടെ ഹസ്ബൻഡ് വീട്ടിൽ വന്നിട്ട് നമ്മളോട് ചോദിക്കാണ്, അല്ലെ നമ്മളെ മക്കളോട് ചോദിക്കാണ് അടെ തള്ളോടടി ചോദിക്കും, ഭയങ്കര സ്വീറ്റ് ആണ് അല്ലെ, ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവാ അല്ലെ. അടെ തള്ള എവിടെ ചോദിക്കും അല്ലെ, ചൂടിലാ എന്റെ തള്ള എന്ന് ചോദിക്കും ചെലപ്പോ അല്ലെ. ചിലപ്പോ നമ്മൾ തന്നെ ചോദിക്കും അന്റെ വാപ്പോടെ, വാപ്പ പോയിന്ന് വാപ്പോടെ ചോദിക്കും. ചിലപ്പോ നമ്മുടെ ഹസ്ബൻഡ്മാർ എന്റെ തള്ളോടെ അടി ചോദിക്കും. നിങ്ങൾ വ്യത്യാസം കണ്ട, ടോണിൽ വ്യത്യാസം കണ്ട? ഒന്ന് വളരെ സ്വീറ്റ് ആണ്, പൊലൈറ്റ് ആണ്, റൊമാൻറ്റിക് ആണ്. ഒന്നിന് വ്യത്യാസമുണ്ട്. എന്റെ തള്ളനോട് പോയി ചോദിക്കും, എന്റെ തള്ളോട്, എന്റെ തള്ളനെ ഞാനൊന്ന് കാണട്ടെ. ഇത് രണ്ടും ഒരേ സാധന. തള്ള എന്ന് പറയുന്നത് അത്ര ബാഡ് ആയിട്ടുള്ള ഒരു വേർഡ് ഒന്നല്ല. വാപ്പാക്ക് വിളിക്കുന്നത് തള്ളക്ക് വിളിക്കുന്നത് അത്ര ബാഡ് ആയിട്ടുള്ള വേർഡ് ഒന്നും അല്ല. പക്ഷെ വിളിക്കുന്ന സാഹചര്യം, വിളിക്കുന്ന ടോണ്, ഇതൊക്കെ വ്യത്യാസമുണ്ട്. ഇത് കേൾക്കുന്നത് ആരാ? നമ്മുടെ മക്കളാ. മനസ്സിലായോ? അപ്പൊ നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടുന്നത് മാത്രല്ല, നമ്മൾ അറിയാതെ വീട്ടിൽ നിന്നും ചില കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് കിട്ടും. ഞാൻ പഠിപ്പിക്കാൻ പോയ സമയത്ത്, 6ാം ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് എന്റെ ക്ലാസ്സിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഞാൻ ബോർഡിൽ വന്ന് എഴുതുമ്പോ മൂപ്പരാൾ എന്റെ അപ്പുറത്ത് വന്നിരുന്ന് എഴുതും ബോർഡില്. ഞാൻ ഡസ്റ്ററായിട്ട് മായ്ച്ച ഡസ്റ്റർ അവിടെ വെച്ചാൽ ഓൻ അത് വന്നെടുക്കുക, അവിടെ നിൽക്കുക, ഇന്നെ എറിയ, ഡസ്റ്ററും കൊണ്ട് എറിയ. ഞാൻ ടീച്ചറാ, അവളൊന്ന് ആലോചിച്ച് നോക്കണം. ക്ലാസ്സിനകത്ത് ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ഓൻ കിടന്ന് എന്ത് ചെയ്യും, കൂക്ക് വിളി എടുക്കും, വെറുതെ ഇരുന്ന് കൂക്ക. അപ്പൊ നമ്മളിത് കംപ്ലൈന്റ് പറയില്ല, നമ്മൾ എത്ര പറഞ്ഞാലും ഒന്ന് അടങ്ങിയിരിക്കടാ, നമ്മൾ പറയും. നമുക്ക് തല്ലാനോ ചീത്ത പറയാനോ ഒന്നും പാടില്ല മക്കളെ. അപ്പൊ നമ്മൾ വളരെ എന്ത് ചെയ്യാ, ഭയങ്കര സ്വീറ്റ് ആയിട്ടാ മക്കളോട് പറയാ, ഒന്ന് ഇരിക്കട, എന്താണ്ട് പ്രശ്നം എന്നൊക്കെ ചോദിക്കും. അങ്ങനെ നമ്മളിത് കംപ്ലൈന്റ് ചെയ്തു കുട്ടികളെ ഈ പ്രശ്നം നമ്മൾ ടീച്ചറുടെ അടുത്ത് കംപ്ലൈന്റ് ചെയ്തു. ടീച്ചർ ഇങ്ങനെ ഒരു കുട്ടി ക്ലാസ്സിൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ എനിക്ക് മാത്രമല്ല, എന്റെ കൂടെ വന്ന ട്രെയിനിങ് ടീച്ചേഴ്സിനൊക്കെ തന്നെ പ്രശ്നം. ഓരും പറയാ അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പൊ നമ്മൾ എല്ലാരും കൂടെ പോയിട്ട് കുട്ടീനെ കാണാൻ വേണ്ടി പോയപ്പോ ടീച്ചർ എന്റെ അടുത്ത് പറഞ്ഞു,
ആ കുട്ടീനെ നമ്മൾ ആ കുട്ടീന്റെ കാര്യം ഇങ്ങനെ നോക്കുന്നുണ്ട്, നിങ്ങൾ ആ കുട്ടീനെ വല്ലാണ്ട് അങ്ങ് ഇതാക്കണ്ട, അവന്റെ വഴിക്ക് വിട്ടാ മതി, അവനോട് നല്ല രീതിയിൽ പറഞ്ഞാൽ മതി, നമ്മൾ അവനക്കുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു ആകാംക്ഷ, ചോദിക്കണല്ലോ, ഞങ്ങൾ ട്രെയിനീസ് ആയി പോവാണ്, അപ്പൊ എന്തൊക്കെയാണിതെന്നൊക്കെ അറിയണം. അപ്പൊ എനിക്ക് ഭയങ്കര ആകാംക്ഷ, എന്താ പ്രശ്നം എന്നറിയാം. അപ്പൊ ആ കുട്ടീന്റെ വീട്ടില് പാരന്റ്സ് രണ്ടുപേരും സെപ്പറേറ്റാ. ഉമ്മ ഒരു ഭാഗത്താണ്, ഉപ്പ ഒരു ഭാഗത്താണ്. കുട്ടി നിൽക്കുന്നത് കുട്ടീന്റെ വല്യമ്മാന്റെ കൂടെയാ. കുട്ടി നിൽക്കുന്നത് കുട്ടീന്റെ വല്യമ്മാന്റെ കൂടെയാ. കുട്ടി പഠിക്കൂല, കുട്ടിക്ക് അക്ഷരം എഴുതാൻ അറിയില്ല. 4ാം ക്ലാസ് വരെ നന്നായിട്ട് പഠിച്ച കുട്ടിയാ. അക്ഷരം എഴുതാൻ അറിയുന്ന, നന്നായി പാട്ട് പാടുന്ന, നന്നായി ഡാൻസ് കളിക്കുന്ന, നന്നായിട്ട് ചിത്രം വരക്കുന്ന ഒരു കുട്ടിയായിരുന്നു ആ കുട്ടി. ടീച്ചറിനോട് പറയാം, ടീച്ചർ തന്നെ അവനെ പഠിപ്പിച്ചിട്ടുള്ളത്, ഇത്രയും വന്ന സമയത്ത് ടീച്ചർ തന്നെ അവനെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ കുട്ടി പെട്ടെന്നൊരു ദിവസം മാറിയതെന്ന്, പെട്ടെന്ന് ഒരു 2-3 മാസം കൊണ്ടാണ് ആ കുട്ടി ചേഞ്ച് ആയതെന്ന്. കുട്ടിയോട് ഇപ്പൊ അക്ഷരം എഴുതാൻ പറഞ്ഞാൽ ആ കുട്ടിക്ക് അക്ഷരം എഴുതാൻ അറിയൂല. നന്നായിട്ട് പഠിച്ചിരുന്ന ഒരു കുട്ടി. ആ കുട്ടിയുടെ മാനസികാവസ്ഥ വളരെയധികം തകിടം മറിഞ്ഞിട്ടുണ്ട്. ചെറിയ മക്കള് ചെറിയ പ്രായത്തിലാണ് എല്ലാം പഠിച്ചു വരിക. അവർക്ക് കിട്ടേണ്ട കാര്യം ആ പ്രായത്തിൽ തന്നെ കിട്ടണം. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ വലിയ പ്രശ്നമാണ്. നമ്മൾ കളയുന്നത് ആരെയും കൂടെ ഭാവിയാണ്, നമ്മുടെ മക്കളെയും കൂടെ ഭാവിയാണ് എന്നുള്ളതാ. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരുപാട് പ്രശ്നങ്ങള് നമ്മുടെ ഇടയിലൊക്കെ, നമ്മുടെ വീട്ടിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ അതൊന്നും കുട്ടികളുടെ സ്റ്റഡീസിനെ ബാധിക്കാൻ പാടില്ല, കുട്ടികളുടെ മാനസികാവസ്ഥയെ ബാധിക്കാൻ പാടില്ല. കുട്ടികൾ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഓരോ ഘട്ടത്തിലും അവരുടെ ഓരോ കാര്യങ്ങളും നോക്കാന് രണ്ടുപേർക്കും, അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ, രണ്ടുപേർക്കും കൃത്യമായിട്ട് തുല്യ പങ്കാളിത്തമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതെന്റെ ജോലിയാണെന്ന് പറയുമ്പം പറയണോ? അല്ല, ഇത് നമ്മളെ രണ്ടാളെ തുല്യായിട്ടുള്ള നമ്മളെ രണ്ടാളെയും ജോലിയാണെന്ന് പറയാൻ നമ്മളെ കൊണ്ട് പറ്റണം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും, മൂപ്പരെയും കൂടെ കൊണ്ടുവന്നാ മതിയെന്ന്, അല്ലെ? മൂപ്പരെയും കൂടെ കണ്ട് വലിച്ചു കൊണ്ടുവന്നാ മതിയെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അപ്പൊ എന്താണ്, നമുക്ക് രണ്ടുപേർക്കും തുല്യ പങ്കാളിത്തം. പിന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പ്രശ്നമാണ് കുട്ടികളുടെ ഇടയിൽ മെന്റൽ ഹെൽത്ത്. ചിലപ്പോ നമ്മളെ കുട്ടികൾ ഭയങ്കര സാഡ് ആയിരിക്കും, അല്ലെ? എന്നും സംസാരിക്കുന്ന ആള് ചിലപ്പോ ഒരു ദിവസം കൊണ്ടൊന്ന് സംസാരം നിർത്തും, അല്ലെ? അപ്പൊ നമ്മൾ വിചാരിക്കും വെയ്യായ എന്തെങ്കിലും വന്നതാവും വിചാരിക്കും, അല്ലെ? വെയ്യായികൾ എന്തെങ്കിലും ആയിട്ടുണ്ടാവും കുട്ടിക്കെന്ന് വിചാരിക്കും. മെന്റൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആ മക്കളുടെ. അത് നമുക്ക് ചിലപ്പോ പെട്ടെന്ന് മനസ്സിലാവൂല. മാനസികമായിട്ട് കുട്ടികൾ ആരോഗ്യവാന്മാരാണോ എന്നുള്ളതും കൂടെ നമ്മൾ നോക്കണം. ശരീരത്തിന്റെ ആരോഗ്യം നമ്മൾ നോക്കും. വീണ നമുക്ക് ഭയങ്കര പേടിയാ, വീണ് മുറിഞ്ഞു എന്നൊക്കെ പറഞ്ഞാല് നമുക്ക് ഭയങ്കര സങ്കടാ. ഞാൻ കണ്ടിട്ടുണ്ട് ചില കുട്ടികളൊക്കെ വീണ് കഴിഞ്ഞാല്, ചില കുട്ടികളൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഇഞ്ചക്ഷൻ വെക്കുന്ന സമയത്ത് ഉമ്മമാര് കരയുന്നുണ്ടാവും. ഒപ്പം നിന്ന് ഉമ്മമാരെ അറിയാം, ഇഞ്ചക്ഷൻ വെക്കുന്ന കുട്ടിക്കാ കരയുന്നത് ഉമ്മയാ. മക്കൾ കരയണ കാണുമ്പോ ഭയങ്കര സങ്കടാ. അപ്പൊ ഉമ്മമാര് നിന്ന് കരയും. അതായത് അത്രക്കും ശാരീരിക ആരോഗ്യത്തില്, കുട്ടികളുടെ ഫിസിക്കൽ ഹെൽത്തില് നിങ്ങൾ ഭയങ്കരമായിട്ട് സങ്കടം ഒക്കെ ഉള്ള ആൾക്കാരാ നിങ്ങള്. പെട്ടെന്ന് വീണാല് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ബേജാറൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമാണ്. ഇതേപോലെ തന്നെയാണ് മെന്റൽ ഹെൽത്തും. അത് നമുക്ക് കാണാൻ പറ്റൂല. മുറിഞ്ഞാല് കാണാൻ പറ്റും, ചോര ഒലിക്കും. പക്ഷെ മെന്റൽ ഹെൽത്ത് എവിടെയാ മുറിയായിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല. മെന്റൽ ഹെൽത്തിന്റെ കാര്യത്തില് ഇത് എവിടെയാണ് മുറി? മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ മാനസികാരോഗ്യം. അതിനർത്ഥം മാനസിക രോഗം അല്ലട്ടോ, മാനസികാരോഗ്യം. നമ്മളിപ്പോ മാനസിക രോഗം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ, പുതിയ ആൾക്കാരൊക്കെ അങ്ങനെയാ വിചാരിച്ചേക്ക മാനസിക രോഗം. അത് മെന്റൽ ഹെൽത്തിന്റെ, അത് മെന്റൽ ഹെൽത്ത് ശരിയല്ലാത്ത തന്നെയാണ് ഈ മാനസിക രോഗം. അത് നിങ്ങൾ വേറെ ഡെഫിനീഷൻ ഒന്നും കൊടുക്കണ്ട. എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം ഉണ്ടായാൽ കൗൺസിലേഴ്സിന്റെ അടുത്തൊക്കെ മക്കളെ കൊണ്ടുപോവാന് പാരന്റ്സിന് ഭയങ്കര പേടിയാ. എന്നിട്ട് വേണം ആൾക്കാർ അതും ഇതും പറയാൻ, എന്റെ കുട്ടിക്ക് ആ സൗക്കടാണ്, എന്റെ കുട്ടിക്ക് ഈ സൗക്കടാണെന്നൊക്കെ പറയാൻ. എന്റെ കുട്ടിയെ ഞാൻ എവിടെയും കൊണ്ടുപോകില്ല പറയും. അതാർക്കാ? നാണക്കേട് വിചാരിച്ചിട്ട് നമ്മൾ കൊണ്ടുപോകില്ല. പക്ഷെ നമ്മള് ഇല്ലാതാക്കുന്നത് നമ്മുടെ മക്കളുടെ ലൈഫാണെന്നുള്ളത് നിങ്ങൾ ആലോചിക്കാം. നമ്മുടെ മക്കളുടെ ലൈഫാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്. മറ്റൊരാളുടെ സർട്ടിഫിക്കറ്റ് കിട്ടാനാണ് നമ്മൾ എപ്പോഴും നോക്കുക, അല്ലേ? മറ്റൊരാളെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ നമ്മൾ എപ്പോഴും നോക്കാം. നമ്മൾ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ 100% ഓക്കെ ആക്കാൻ നമ്മൾ നോക്കൂല. അവിടെയാണ് നമ്മുടെ പ്രശ്നം, അല്ലെ? അവിടെയാണ് നമ്മുടെ പ്രശ്നം വരുന്നത്. അപ്പൊ മെന്റൽ ഹെൽത്തും കൂടെ നമുക്ക് അത് നമുക്ക് കാണാൻ പറ്റൂല, പക്ഷെ അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും.
അത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. എന്റെ കുട്ടീന്റെ മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ല എന്നുള്ളത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. കാരണം നിങ്ങളെ മക്കളുടെ കൂടെ ആ ജനനം അല്ലെ, ജനിച്ചു കഴിഞ്ഞ് ഓരോ നിമിഷവും നിങ്ങളെ മക്കളുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങളെ മക്കളുടെ മെന്റൽ ഹെൽത്ത് എത്രത്തോളം നല്ലതാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതറിയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അതിനൊരു കഴിവ് പാരന്റ്സിന് വേണം. എന്താണ് ആ കഴിവ് എന്നറിയോ? നിങ്ങൾക്ക് നിങ്ങളെ മക്കളെ നന്നായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ മക്കളുമായിട്ട് നല്ലോണം സംസാരിക്കണം. നിങ്ങളെ മക്കളുമായിട്ട് നല്ലോണം സംസാരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് സംസാരിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ പോട്ടെ, നിങ്ങളെ മക്കൾ സംസാരിക്കട്ടെ, കേട്ടിരുന്നാ മതി. ഇത് മക്കൾ സംസാരിക്കുമ്പോ പല അമ്മമാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മക്കൾ സംസാരിക്കാൻ വരും, ഉമ്മ കാര്യമായിട്ട് എന്തെങ്കിലും പരിപാടിയിലായിരിക്കും, അപ്പം ചൂട് പത്തിരി ചൂട് എന്തെങ്കിലും പരിപാടി ആയിരിക്കും. ചട്ട കാണിന്റെ കൈക്കല് നീച്ചു പോയിക്കോ, കുറെ നേരം അയച്ചു ഇവിടെ നിന്നിട്ട് ഇങ്ങനെ പറയണേ എന്ന് പറയും. ശരിയല്ലേ? അല്ലേ? ഇനിയിപ്പം വേറെ എന്തെങ്കിലും പരിപാടിയാണെന്നുണ്ടെങ്കിൽ നീച്ചു പോകുന്നുണ്ടോ ഇവിടെ, എനിക്ക് വേറെ ഒരു പണിയില്ല, ഇങ്ങനെ വാപ്പുണ്ട് അപ്പുറത്തിരിക്കുന്നു, മൂപ്പരോട് പോയി പറഞ്ഞോന്ന് പറയും. നമ്മൾ വേഗം ഒഴിവാക്കാനാ നോക്കാം അല്ലെ? നമ്മൾ ചെറിയ ചെറിയ പണിയിലാ, ഓക്കെ, മൂളിക്കൊടുത്താ മതി. ഒരപ്പം ചുടുമ്പോ എന്നിട്ട് നിങ്ങളത് ശ്രദ്ധിച്ചില്ലെങ്കിലോ മൂളിക്കൊടുത്താ മതി. അത്രത്തോളം സന്തോഷം അവർക്ക് വേറെ ഇല്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്റെ സ്കൂളിൽ എന്ത് നടന്നു, എന്റെ ഫ്രണ്ട്സ് ആരൊക്കെയാണ് എന്നൊക്കെ നിങ്ങൾ ഓരോട് ചോദിക്കണം. നിങ്ങള് അതൊക്കെ ഓരോട് ചോദിക്കണം. എന്തൊക്കെയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്കൂളിൽ നടക്കുന്നത് നിങ്ങൾ അറിയണ്ടേ? ഏതൊക്കെ ടീച്ചർ എന്തൊക്കെ പഠിപ്പിച്ചു, ഇത് മക്കളുടെ ബ്രെയിനും കൂടെ ഡെവലപ്പ് ചെയ്യും. അവരിങ്ങനെ ഓർത്തെടുക്കാണ്, രാവിലെ ഏത് വിഷയം, രാവിലെ ഏത് ടീച്ചർ വന്നു, ഏത് ഗെയിമാണ് ഞങ്ങൾ കളിച്ചത്. അവർ ചിലപ്പോൾ നമ്മളെടുത്തുമ്പോ നമ്മളൊരു ഗെയിം കളിക്കുന്ന സ്കൂളിലെ ടീച്ചർ പഠിപ്പിച്ചെന്ന ഗെയിമാണ് ഇതെന്നൊക്കെ പറഞ്ഞു വരും. അന്റെ ഒരു ഗെയിം വെച്ച് നീച്ച് പോവാൻ എനിക്ക് നല്ലതെന്ന് പറയും. ഇതാണ് നമ്മളെ അടുത്തുനിന്ന് കിട്ടുന്ന മറുപടി. എന്നിട്ട് നമ്മൾ കുറെ കാലം കഴിഞ്ഞ് മക്കള് വലുതായതിന്റെ ശേഷം പറയും, ഓൻ ആരോടും മിണ്ടുന്നില്ല, ഓന് ഭയങ്കര ചടഞ്ഞുകൂടി വീട്ടിലിരിക്കാണ്, ഓനക്ക് എന്താ ആൾക്കാരൊക്കെ ഒന്ന് വരുമ്പോ സംസാരിച്ചൂടെ, ഒരാള് വന്നു കഴിഞ്ഞാൽ ഓൻ റൂമിലാണ് പോവും, അല്ലെങ്കിൽ ഓള് റൂമിലാണ് പോവും, അല്ലെങ്കിൽ ഓളൊന്നും മിണ്ടുന്നില്ല ആരോടും. കുറച്ചും കൂടി വലുതായാല് നിങ്ങൾക്ക് വരാൻ പോകുന്ന പരാതികൾ അതാ നിങ്ങളെ മക്കളുടെ അടുത്തുനിന്ന്. എങ്ങനെ പരാതി വരാതെക്കും? അതിന് കാരണക്കാരാരാണെന്ന് നിങ്ങൾ ആലോചിക്കണം. സ്കൂളിൽ സംസാരിക്കുന്നുണ്ടാവും, സ്കൂളിൽ ഒരു പാട്ട് പാടുന്നുണ്ടാവും, സ്കൂളിൽ ഒരു പ്രസംഗിക്കുന്നുണ്ടാവും, സ്കൂളിൽ ഒരു ഡാൻസിൽ പങ്കെടുക്കുന്നുണ്ടാവും, പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അത് സ്കൂളിലാ. വീട്ടിൽ നിന്ന് നമ്മൾ ഓർക്ക് എന്ത് കൊടുക്കുന്നു അതും കൂടി ഇമ്പോർട്ടന്റാ. വീട്ടിൽ നിന്ന് നമ്മൾ ഓരെ കേട്ടിരിക്കാറുണ്ടോ അത് ഇമ്പോർട്ടന്റാ. നമ്മള് എനിക്ക് തോന്നുന്നില്ല ഇപ്പത്തെ അമ്മമാര് ചീത്ത പറയാത്തല്ല വളരെ കുറവാ അല്ലേ? ഉണ്ടാ? ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ പരമാവധി ഞാൻ പറയും. ചീത്ത പറയരുത്, തല്ലരുത്. മക്കളെ ചീത്ത പറയരുത്, തല്ലരുത്. ഈ പ്രായത്തിൽ അവരെ ചീത്ത പറഞ്ഞാൽ ഓക്കെ, കുറച്ചും കൂടി വലുതായ മക്കളെ കാര്യത്തില് ഓക്കെ ചീത്ത പറയാം നിങ്ങൾക്ക്, എന്നാലും തല്ലുന്ന കാര്യം ധരിക്കാം. തല്ലരുത് മക്കൾ ഒരിക്കലും. അത് നിങ്ങളോട് തരാനുള്ള ഒരു അഡ്വൈസാ. മക്കളെ ഒരിക്കലും നിങ്ങൾ വേദനിപ്പിക്കരുത്, തല്ലരുത്. ഇനിയിപ്പൊ തല്ലിനേക്കാളും ഭയാനകമാണ് ചീത്ത. തല്ലി അതപ്പം കഴിയും, പക്ഷെ നിങ്ങളൊരു ചീത്ത ഉണ്ട് അല്ലെ, ഉമ്മമാരൊരു ചീത്ത ഉണ്ട്, എനിക്കൊരു സുഖം തരില്ല, എവിടെങ്കിലും പോയി അല്ലെ, എവിടെങ്കിലും പോയി ഒന്ന് ഇരിക്കൊച്ച് ഒരു സുഖം തരും എനിക്ക്, ഒരു മനസമാധാനം തരും എനിക്ക്. എന്താ മക്കളോട് പറയാ ചീത്ത പറയാ. തല്ലിയ അവൾക്ക് അത്ര സങ്കടം ഉണ്ടാവില്ല, പക്ഷെ ഇത് പറയുമ്പോ അവർക്ക് ഭയങ്കര സങ്കടം. കുറച്ചും കൂടി വലുതായ മക്കളെടുത്ത് ചീത്ത പറയുമ്പോ തിരിച്ച് നമുക്ക് ഇങ്ങോട്ടും കേൾക്കും. പക്ഷെ ചില കുട്ടികളെ തിരിച്ചിങ്ങോട്ട് പറയൂല, ഒരു ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഇല്ലാതാവും. ഒരു കുട്ടി കൗൺസിലിങ്ങിന് വന്ന സമയത്ത് ആ കുട്ടി പറഞ്ഞ എന്താ വെച്ചാല്, കുട്ടിയോട് ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം, കുട്ടി നന്നായിട്ട് സിഗരറ്റ് വലിക്കും, പെൺകുട്ടിയാണ്, 10ാം ക്ലാസ്സിലുള്ള കുട്ടി, നന്നായിട്ട് സിഗരറ്റ് വലിക്കും. അപ്പൊ ഈ പ്രശ്നം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വന്നതാ. എന്താണ് സിഗരറ്റ് വലിക്കാനുള്ള പ്രശ്നം എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതാ. നമുക്ക് അറിയുന്ന ഒരു ഫാമിലിയാ. അപ്പം കുട്ടീൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം, നന്നായിട്ട് പഠിക്കുന്ന കുട്ടി, ഒരു ബേജാറോ ഒന്നുമില്ല, നല്ല അടിപൊളി ആള്, പക്ഷെ ഇപ്പം ഭയങ്കര ഡൗൺ ആയി. അപ്പൊ നമ്മൾ ചോദിച്ചു എന്താ പ്രശ്നം ചോദിച്ച സമയത്ത് ഉമ്മ ഒരു പ്രാവശ്യം ചീത്ത പറഞ്ഞതാ പ്രശ്നം. ഉമ്മ ഒരു പ്രാവശ്യം ചീത്ത പറഞ്ഞ പ്രശ്നം. ഉമ്മ എന്താ ചീത്ത പറഞ്ഞത്, എന്താ ഉമ്മ പറഞ്ഞത് അറിയോ? എനിക്ക് പോയി ചത്തൂടെ എന്നാ ലാസ്റ്റ് ചോദിച്ചത്. ലാസ്റ്റ് പോയി പറഞ്ഞത് എനിക്ക് ചത്തൂടെ, എനിക്കൊരു സുഖം തരുമോ, ഇങ്ങനെ എവിടെയെങ്കിലും പോയി തൊലയട്ടെ എന്നുള്ള രീതിയിലാ ചീത്ത പറഞ്ഞത്. ചിലപ്പോ നമുക്ക് ഭയങ്കര ആങ്കർ ഇഷ്യൂസ് ഉണ്ടാവും, നമുക്ക് നമ്മളെ ദേഷ്യം ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും മക്കളോടല്ലേ പറയണതെന്ന്. അവളെന്താ വിചാരിക്കാ, എന്റെ കുട്ടിയല്ലേ, എന്റെ വയറ്റിൽ നിന്ന് വന്ന കുട്ടിയല്ലേ, എന്റെ കുട്ടിനോടല്ലേ ഞാൻ പറയുന്നത്, ഓളെന്താ അങ്ങനെ വിചാരിക്കാൻ. ഉമ്മ അതാ പറഞ്ഞത്, ഞാൻ എന്റെ കുട്ടിനോട്
എന്നോടല്ലേ പറഞ്ഞത്, ഓക്ക് എന്നെ അറിയൂലേ, ഓളോട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഉമ്മാനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നോന്ന് ചോദിച്ചപ്പോ ഉമ്മ പറഞ്ഞത് അവൾ എന്റെ കുട്ടിയല്ലേ, എനിക്ക് അവളോട് പറഞ്ഞൂടെ എന്നാ ചോദിച്ചത്. നമ്മള് ചീത്ത പറയണേലും ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്രായത്തിലുള്ള മക്കളെ നമ്മള് ചീത്ത പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അതിനേക്കാളും മോശമാവേണ്ടാവുള്ളൂ. ഓരെപ്പോഴും സമീപിക്കേണ്ടത് വളരെ സ്വീറ്റ് ആയിട്ടായിരിക്കണം. ഈ എന്തിനാ അങ്ങനെ ചെയ്തത്, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, അതൊക്കെ ബാഡ് ബോയ്സ് ചെയ്യുന്ന കാര്യങ്ങളല്ലേ, അങ്ങനെ ഒരാൾ ചെയ്യോ? ഇപ്പൊ ഫ്രണ്ടിന്റെ എന്തെങ്കിലും സാധനം കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാല് ഇത് എവിടുന്ന് കിട്ടിയെന്ന് നമ്മൾ ചോദിക്കണം. അവന്റെ കയ്യിലില്ലാത്ത ഒരു പെൻസിലാണ് ഓന്റെ കയ്യിലുള്ളത്, ഓന്റെ കയ്യിലില്ലാത്ത ഒരു റബ്ബറാണ് ഓന്റെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണം, അതെനിക്ക് എവിടുന്ന് കിട്ടി, ഇതെനിക്ക് എവിടുന്ന് കിട്ടി, ഇത് ആര് തിന്നു എന്നൊക്കെ നമ്മൾ ചോദിക്കണം. അതിന് നമുക്ക് എന്തില്ല, ബോക്സ് തുറക്കാൻ നേരമില്ല. ഓരോ ഡയറി പോലും രാവിലെ ആയിരിക്കും തുറക്കുന്നുണ്ടാവുക. ടീച്ചർ എന്തെങ്കിലും ഹോംവർക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മള് ആ ചോറ്റുമാത്രത്തിൽ ചോറാക്കണ നേരം വേഗം എഴുതി കൊടുക്കാവും, ഹോംവർക്ക് വല്ലതും ഉണ്ടെങ്കിൽ അല്ലെ. ആ സമയത്തായിരിക്കും നമ്മള് നോക്കുന്നുണ്ടാവുക. ഒന്നാമത് നമ്മള് തിരക്കിലാണ്, നമ്മള് ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ അത് മൾട്ടി ടാസ്കാ. ഒരു പണിയൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. ഒരേ സമയം നമ്മൾ മാനേജറാ പെരയില് അല്ലെ, ഒരേ സമയം നമ്മള് കണക്ക് നോക്കുന്ന ആൾക്കാരാ പെരയില് അല്ലെ. എന്തൊക്കെ സാധനങ്ങൾ വാങ്ങണം, എന്തൊക്കെ വിൽക്കണം, മൂപ്പര് എത്രയാണ് ഈ മാസം തന്നത്, ഈ തന്നതിനുള്ള പൈസ എങ്ങനെയാണ് ചെലവാക്കേണ്ടത് അല്ലെ. ഒരേ സമയം അക്കൗണ്ടന്റ് ആണ്, കണക്ക് പിള്ളയാണ്, മാനേജറാണ്, പ്രിൻസിപ്പളാണ്. നേരത്തിന് മക്കളാ വീട്ടില് കാരണം അല്ലെ, അവരെ നേരത്തിന് എണീപ്പിക്കണം, പറഞ്ഞയക്കണം, ഫുഡ് ഉണ്ടാക്കണം, കുക്കാണ്. ചില്ലറ പണിയൊന്നല്ല നമ്മൾ ചെയ്യണത് അല്ലേ. അതിന്റെ ഇടയിൽ കൂടെ ഇമ്മാരി പ്രഷറും കൂടെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ കൺട്രോള് ഇടക്കൊക്കെ പോവും, അപ്പൊ പാർട്ട്നേഴ്സിനോട് എന്ത് ചെയ്യാ, എപ്പോഴും കൂടെ നിൽക്കാൻ പറയാം. നമ്മളെ ഹസ്ബൻഡുമാരോട് നമ്മളെ കൂടെ എപ്പോഴും നിൽക്കാൻ പറയാം. അതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. അത് നിങ്ങൾ തന്നെ പറയണം. നമ്മൾ പറയല എങ്ങനെയാണ്, നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒന്നും നോക്കണ്ടല്ലോ, എന്റെ കുട്ടീന്റെ കാര്യം നിങ്ങൾക്ക് പറയണ്ടല്ലോ, നിങ്ങളെ കാര്യത്തിന് നിങ്ങളാണ് നടക്കും, എന്താ നമ്മള് പറയാ അല്ലെ. ഇങ്ങനെ ഈ ടോണിൽ തന്നെ നമ്മള് പറയാ. ഇത് കേൾക്കിട നമ്മളെ മക്കളും മക്കളെ വിചാരിക്കും ഉമ്മച്ചി എന്റെ കാര്യങ്ങളൊക്കെ ഉമ്മച്ചിയാ നോക്കണ്, വാപ്പ കയ്യിൽ കൃത്യമായിട്ട് പങ്കൊന്നുമില്ല, ഉമ്മ പാവം അല്ലേ. എന്താ വിചാരിക്ക മക്കള് വിചാരിച്ചു വെക്കൂലേ ഓരോ വാപ്പാനെ കുറിച്ച്? ഓരെന്താ വിചാരിച്ചു വെക്ക? ഇനിയിപ്പോ ഓരോ വാപ്പ വന്നിട്ട് നിങ്ങളെ ചീത്ത അറിയണം മക്കളെ ഇടയിലാ, എന്റെ അമ്മ അങ്ങനെയൊക്കെ ചെയ്തൂലേ, എന്റെ അമ്മ മോശ. മക്കള് വിചാരിച്ചു വെക്കുന്നില്ലേ എന്നാണ് പറയുന്നത്. വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ മക്കളെ മാറ്റി നിർത്തേണ്ടടുത്ത് മക്കളെ മാറ്റി നിർത്തണം. എന്റെ ഉമ്മ എങ്ങനെയാണ് എന്റെ വാപ്പാന്റെ ഉമ്മനോട് പെരുമാറുന്നത്, എന്റെ വാപ്പാന്റെ ഉമ്മ എങ്ങനെയാണ് എന്റെ ഉമ്മാനോട് പെരുമാറുന്നത്, എന്റെ വാപ്പ എങ്ങനെയാണ് എന്റെ ഉമ്മാനോട് പെരുമാറുന്നത്, എന്റെ ഉമ്മ എന്റെ വാപ്പാനോട് എങ്ങനെയാണ് പെരുമാറുന്നത്, സംസാരിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ നോട്ട് ചെയ്യുന്ന മക്കളാങ്ങളെ മക്കള്. ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാല് എന്താണ് കഴിഞ്ഞ ദിവസം പെരയില് നടന്നതെന്ന് ചോദിച്ചാല് മണി പോലെ മക്കള് പറയും, മണി പോലെ മക്കള് പറയും. നമ്മൾ പറയല്ലോ പിള്ള മനസ്സിൽ കള്ളമില്ലാന്ന് അല്ലേ, പറയല്ലോ. ഇതാണ് എല്ലാം അനുകരിക്കണ, എല്ലാം മനസ്സിലാക്കണ കുട്ടികളാണ് നിങ്ങളെ ഇടയില് നിങ്ങളെ കൂടെ വളരുന്ന കുട്ടികൾ. ആ കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ളത് സ്കൂളിൽ നിന്ന് കിട്ടുന്നുണ്ട്, ഓക്കെയാണ്. സ്കൂളിൽ നിന്ന് കിട്ടുന്നതൊക്കെ മാക്സിമം ആണ്. പക്ഷെ നിങ്ങളടുത്തുനിന്ന് കിട്ടാനുള്ളത് നിങ്ങളടുത്തുനിന്ന് കിട്ടുക തന്നെ വേണം. മെയിൻ ആയിട്ടുള്ളത് മെന്റൽ ഹെൽത്ത് ആണ്. മെന്റൽ ഹെൽത്ത് നന്നായിട്ടുള്ള ഒരാൾക്ക്, മാനസികാരോഗ്യം നല്ലതായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഓരോ ഫിസിക്കൽ ഹെൽത്ത് നന്നാവുള്ളൂ. ശരീരം, അതായത് ശാരീരിക ആരോഗ്യം നല്ലതാവണം എന്നുണ്ടെങ്കിൽ മാനസികാരോഗ്യം നല്ലതാവണം. അല്ലെങ്കിൽ എപ്പോഴും മൂടിയായിരിക്കും, ആരോടൊന്നും സംസാരിക്കൂല, മിണ്ടാണ്ടിരിക്കും. നിങ്ങളെ മക്കൾക്ക് കഥ പറഞ്ഞു കൊടുക്കണം. കഥ പറഞ്ഞു തരാറുണ്ടോ അമ്മമാരെ? ഹലോ 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 കേക്കണ്ടാ? കഥ പറഞ്ഞു തരലുണ്ടോ അമ്മച്ചി? കഥ പറഞ്ഞു തരലുണ്ട്. എല്ലാവർക്കും കഥ പറഞ്ഞു തരലുണ്ട്. ഏത് കഥ നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടം? കേൾക്കാൻ ഇഷ്ടമുള്ള കഥ ഏതാ? ഉമ്മ പറയുന്ന കഥയാണോ ഇഷ്ടം? ഉമ്മച്ചി പറയുന്ന കഥയാ ഇഷ്ടം, അതോ ടീച്ചർ പറഞ്ഞിരുന്ന കഥയാണോ ഇഷ്ടം? നിങ്ങൾ കഥ പറയലുണ്ടോ? അത് ചോദിക്കട്ടെ ആദ്യം. ഓരിപ്പോ അമ്മ ഒപ്പിരിക്കുന്നുണ്ട്, പറഞ്ഞില്ലെങ്കിൽ മോശമാണ് പറഞ്ഞ അല്ലേ. ഉമ്മ ഒപ്പിരിക്കണോണ്ട് കഥ പറയാതെ പറയും. പറഞ്ഞു കൊടുക്കലുണ്ടോ? കഥ പറഞ്ഞു കൊടുക്കലുണ്ടോ?
എനിക്ക് കുറച്ച് പ്രായമായ വല്യപ്പുണ്ട്. അതേപോലെ തന്നെ എന്റെ വീട്ടില് ഇങ്ങനെ മക്കളും ഉണ്ട്. ഇവരൊന്നും വല്യപ്പാന്റെ അടുത്തേക്ക് പോവില്ല. ഇങ്ങനെ വലിഞ്ഞു നടക്കും വല്യപ്പാന്റെ റൂം എത്തുമ്പോ. ഞാനും അതിലൊരാളെന്നാ. കാരണം എന്താ വെച്ചാല് ഓലിങ്ങനെ നടക്ക, വലിഞ്ഞു നടക്കും. വല്യപ്പ കാണാതൊക്കെ. വല്യപ്പാണെങ്കിൽ ഡോറ് നോക്കിയാ നിക്ക ആരേലും പോവുണ്ടോന്ന്. കാരണം ആൾക്കൊരാളെ കിട്ടണം. അപ്പം ഇതേമാതിരിയുള്ള മക്കളൊന്നും പോവില്ല. അപ്പൊ ഞാൻ ചോദിക്കും, എന്താ നിങ്ങൾ വല്യപ്പാന്റെ അടുത്തേക്ക് പോവാത്ത, വല്യപ്പച്ചിന്റെ അടുത്തേക്ക് എന്താ പോവാത്ത ചോദിക്കും. വല്യപ്പച്ചി വൻ തള്ളാണ്, എനിക്ക് അറിയാഞ്ഞിട്ടാണ്. മൂപ്പര് പണ്ട് മൂപ്പര കാലത്തുള്ള വെള്ളപ്പൊക്കത്തിന്റെ കഥ പറയും. മൂപ്പര അന്ന് അടക്ക വിറ്റ കഥ പറയും. മൂപ്പര അന്ന് നടന്നുപോയ കഥ പറയും. ഇതൊക്കെ പറയുമ്പോ മക്കള് പറയുന്നത് വല്യപ്പ വൻ തള്ളാന്നാ. ഒരു പറയുന്നത് വല്യപ്പ വൻ തള്ള. വല്യപ്പ 2 പ്രാവശ്യം വീണേ, സ്റ്റീലിന്റെ കമ്പിയൊക്കെ ഇട്ട്. അപ്പം 2ാം ക്ലാസ് പഠിക്കുന്ന ആളാണ്. 2ാം ക്ലാസ് പഠിക്കുന്ന ആള് പറയണേ, വല്യപ്പാനെ വീട്ടിൽ വിളിച്ചിങ്ങോട്ട് കൊടന്ന് കയറ്റുമ്പോ, ഓപ്പറേഷന് കഴിഞ്ഞ് വീട്ടിൽ വലിച്ചു കയറ്റുമ്പോ മോൻ പറയാ വല്യപ്പാനോടെ, നിങ്ങൾ പോകുമ്പോ ഗാന്ധത്തിന്റെ അടുത്ത് കൂടെ ഒന്നും പോണ്ട, നിങ്ങളെ വലിച്ചെടുക്കുന്നു. ഗാന്ധത്തിന്റെ അടുത്ത് കൂടെ നിങ്ങൾ പോകണ്ട, നിങ്ങളെ വലിച്ചെടുക്കുന്നു. ഇനിയിപ്പം അത് കഴിഞ്ഞിട്ട് വേറൊരുത്തൻ പറയണേ, തൂക്കി വിറ്റാല് കുറച്ച് കിട്ടുന്നു, തൂക്കി വിറ്റാല് കുറച്ച് കിട്ടുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കേ, എന്റെ വല്യപ്പ ഞാൻ ചെറുതായ കാലത്തൊക്കെ നല്ല ഉഷാറായിട്ട് ഓടിച്ചാടി നടക്കുന്ന മനുഷ്യനാ. അപ്പം എന്റെ പിന്നാലെയൊക്കെ ഓടിയിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്, നല്ല അടി കിട്ടിയിട്ടുണ്ട്. മൂപ്പര് അങ്ങനെ കിടപ്പിലായതുകൊണ്ട് ഒരിത് പറയുന്നത്, അല്ലെങ്കിലോ നല്ല അല്ലത്തിന് ഓടിച്ചിട്ടുണ്ടാവും അവിടുന്ന്. ഇതാണ് ഇപ്പത്തെ മക്കളുടെ അവസ്ഥ. അപ്പൊ മൂപ്പര് ഭയങ്കര തള്ളാണെന്നാ പറയാ. അപ്പൊ ഞാൻ കുട്ടികളോട് ചോദിക്കുവേ, പരിപാടിക്ക് പോകുമ്പോ കഥ കേൾക്കലുണ്ടോ ചോദിക്കും. കഥ കേൾക്കലുണ്ടോ ചോദിക്കും. അപ്പൊ കുട്ടികൾ പറയും കേൾക്കലുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കും, ഉമ്മമാരായിരിക്കും കഥ പറഞ്ഞു തരാലേ ചോദിക്കും. ഉമ്മമാരായിരിക്കും കഥ പറഞ്ഞു തരല്ലേ ചോദിക്കും. ആ പറയും, അല്ല അമ്മമാരല്ല കഥ പറഞ്ഞു തരാറ്. അപ്പൊ ഞാൻ പറയുന്ന വാപ്പായിരിക്കും എന്ന് പറയും. ആ വാപ്പാക്ക് നേരെ പെരിയിൽ വരാൻ തന്നെ നേരല്ലേ, പിന്നെ വാപ്പ കഥ പറയാൻ ചോദിച്ചു. അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അത് കഥ പറയണ വെച്ച് പറഞ്ഞപ്പോ അല്ലെ, ഓർമ്മയുണ്ട്. വേറെ ഒന്നും ഓർമ്മയില്ലെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഓർമ്മയുണ്ടാവും. ഇത് കുറ്റം പറച്ചിലാണല്ലോ അല്ലെ. അപ്പോ കഥ കേൾക്കലുണ്ടോ ചോദിച്ചു മക്കളടുത്ത്. കഥ കേൾക്കലുണ്ടോ ചോദിച്ച സമയത്ത് കുട്ടികൾ പറഞ്ഞു കഥയൊക്കെ കേൾക്കലുണ്ട്. അപ്പൊ ഞാൻ അമ്മമാരായിരിക്കും കഥ പറഞ്ഞു തരാ വിചാരിച്ചു. അല്ല, അമ്മക്ക് വീട്ടിലെ പണി തന്നെ ഉണ്ട് ഇഷ്ടം പോലെ, കഥ പറയാൻ നേരമില്ലായിരുന്നു. അപ്പം വാപ്പമാരോട് കഥ പറഞ്ഞു തരുമോ ചോദിച്ച സമയത്ത് വാപ്പാക്കും നേരമില്ല എന്നാ പറഞ്ഞത്. അപ്പൊ വല്യപ്പയായിരിക്കും കഥ പറയാ ചോദിച്ചപ്പോ അവൻ പറഞ്ഞ വല്യപ്പ വൻ തള്ള, കഥയൊന്നും ഞാൻ കേൾക്കാൻ പോലില്ലായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, പിന്നെ എവിടെ നിങ്ങൾ ഈ കഥ കേൾക്കണത് ചോദിച്ചു. ഞാൻ വിചാരിച്ച ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്നാവും, ടീച്ചേഴ്സ് ആവും. ടീച്ചേഴ്സ് കഥ പറഞ്ഞു കൊടുക്കലുണ്ട് കേട്ടോ. അപ്പൊ ഒരുത്തൻ പറയാണ്, മല്ലു എക്സ്പ്ലെയിനർ നന്നായിട്ട് കഥ പറയുന്നു. മല്ലു എക്സ്പ്ലെയിനർ നന്നായിട്ട് കഥ പറയുന്നു. ചില അമ്മമാര് ചിരിക്കുന്നുണ്ട്, ഈ കഥ കേൾക്കലാ പണി തോന്നുന്നുണ്ട്. കാരണം സിനിമ കാണാനൊന്നും അത്ര നേരമില്ലാതാവുമ്പോ സിനിമേന്റെ കഥ ചുരുക്കി പറയും മല്ലു എക്സ്പ്ലെയിനർ. മല്ലു എക്സ്പ്ലെയിനറെ സിനിമാ കഥകളാണ് മക്കൾ കേൾക്കുന്നത്. അത് ഏതൊക്കെ സിനിമാ കഥ? ഇന്ത്യയിലൊന്നും നിൽക്കാൻ മക്കൾക്ക് ഇഷ്ടമല്ല. കൊറിയൻ, ജപ്പാനീസ്, ഇംഗ്ലീഷ് സിനിമകളൊക്കെയാണ് ഇവരീ കാണുന്നത്. അപ്പൊ അവന്റെ തൊട്ടടുത്തുള്ളവൻ പറയണേ, അത് വലിയ രസമില്ലടാ, ആ കഥ ചൊല്ലട്ടുമാന്നും പറഞ്ഞ് തുടങ്ങണ ചെങ്ങായില്ലേ മൂപ്പരതാ രസം എന്ന്. നിങ്ങളൊന്ന് പോയിട്ട് നോക്ക, നിങ്ങളെ യൂട്യൂബിലൊന്ന് തുറന്നു നോക്ക, മക്കള് കണ്ടതില് അത് വല്ലതും ഉണ്ടോ ചോദിച്ചു നോക്കാം. അപ്പൊ അവർക്ക് നമ്മൾ കഥ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ കഥ പറഞ്ഞു കൊടുക്കാന് വേറെ കുറെ ആൾക്കാർ ആർക്കുണ്ട്? നമ്മളെ മക്കൾക്കുണ്ട്. കഥ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ വേറെ കുറെ ആൾക്കാര് നമ്മുടെ മക്കൾക്കുണ്ട്. തൊപ്പി ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലെ. തൊപ്പീനെ കുറിച്ച് നിങ്ങളെക്കാളും ഇഷ്ടം ഓൾക്ക് ഓരെയാണ്. ഉമ്മാനെ വാപ്പാനേക്കാളും ഇഷ്ടം ഓനക്ക് തൊപ്പിനെയാണ്. ഒരുത്തന്റെ കഥയാ പറയുന്നത്, മനസ്സിലായോ? ഇതൊക്കെ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മക്കൾക്ക് വിരൽ തുമ്പിൽ തന്നെ കിട്ടുന്നുണ്ട്. ആ അവസരം ഇല്ലാതാക്കണ്ട നമ്മൾ ഉമ്മമാരാ. ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല, മക്കൾക്ക് ഫോൺ കൊടുക്കണം. ഇനിയിപ്പം മക്കൾ കേൾക്കും, ആ ടീച്ചർ പറഞ്ഞ ഓർമ്മയില്ലേ ഫോൺ തരണന്ന്, തന്നോന്ന് പറഞ്ഞു വന്ന് ചോദിക്കും നിങ്ങളെ അടുത്ത്. അങ്ങനെയല്ല പറഞ്ഞത്, ഫോൺ നിങ്ങൾക്ക് തരും. എന്തിന്? ആവശ്യത്തിന് മാത്രം. അവർക്ക് ആവശ്യമുള്ളത് മാത്രം ഒരു കണ്ടാൽ മതി. നിങ്ങളെ മക്കൾ എന്താ കാണണം, എന്ത് കേൾക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. എന്റെ മക്കൾ എന്ത് കാണണം, എന്ത് കേൾക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഓക്കെ. അപ്പൊ അത് അത്തരത്തിലുള്ള ഒരു രീതിയിലേക്കായിരിക്കണം നമ്മള് നമ്മുടെ മക്കളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നമ്മളെ മക്കൾക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കും ഇല്ലേ, അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കും, ഓരിഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി കൊടുക്കും. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ചില കാര്യങ്ങളിൽ മാനേജ് ചെയ്യാന് നമ്മൾ നിൽക്കാറില്ല. നമുക്ക് ചിലപ്പോൾ അതിനെ കുറിച്ചുള്ള അറിവ് ഉണ്ടാവില്ല.
അതാണ് പറഞ്ഞത് മക്കളെ നന്നായിട്ട് കേട്ടിരിക്കണം. മക്കളെ കേട്ടിരിക്ക. നിങ്ങൾ അങ്ങോട്ട് സംസാരിച്ചാലും വേണ്ടിയില്ല, കേട്ടിരിക്ക. അതാണ് ഓർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കേട്ടിരിക്ക. എന്റെ അമ്മ എന്നെ കേട്ടിരിക്കുന്നുണ്ട്. ചില അമ്മമാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്റെ മക്കളെ എനിക്കറിയുന്ന അത്ര വേറെ ആർക്കും അറിയില്ല, എന്റെ കുട്ടീനെ എനിക്കറിയുന്നത്ര വേറൊരു മനുഷ്യനും അറിയൂല, എന്റെ കുട്ടിക്ക് എന്നോട് പറയാത്തായിട്ട് ഒന്നുമില്ല എന്ന് പറയും. കുട്ടികള് നിങ്ങൾ മക്കൾ വലുതാവാൻ പോവാണ് അല്ലെ, ഈ പ്രായത്തിൽ നമ്മൾ ഓലെ കേട്ടിരിക്കും. ഓല് പറയുന്നത് ഓല് പറയുന്നതൊന്നും കേട്ടിയില്ലെങ്കിലുള്ള പ്രശ്നം കേട്ടോ ഞാൻ പറയാൻ പോണ്. കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞാല് ഇത് എങ്ങോട്ടൊക്കെ നമ്മളെപ്പോഴും എന്ത് കാണും, ഭാവി കാണും അല്ലെ. നമ്മളെപ്പോഴും അതല്ലേ നോക്കുക, എന്റെ കുട്ടിക്ക് നല്ലൊരു ഭാവി ഉണ്ടാവണം എന്നാണ് നിങ്ങളെയൊക്കെ മനസ്സിലുണ്ടാവുക. ഇപ്പത്തത് എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോട്ടെ എന്നല്ല നിങ്ങൾ ചിന്തിക്കണേ അല്ലെ. നമ്മളെന്താണ്, പഠിക്കണം, എന്റെ കുട്ടീനെ അതാക്കണം, എന്റെ കുട്ടീനെ എനിക്ക് ഇതാക്കണം എന്നൊക്കെയാണ് നിങ്ങളെ ആഗ്രഹങ്ങള്. അപ്പം നമ്മള് അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളായതിനെ കൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ചെയ്താൽ മാത്രമേ നാളേക്കുള്ളത് ആവുള്ളൂ. അപ്പൊ നമ്മളെ മക്കളെ കേട്ടിരിക്കണില്ല. പക്ഷെ ഒരു ടീനേജിലൊക്കെ എത്തുന്ന സമയത്ത് ഉമ്മമാര് പറഞ്ഞിട്ടുണ്ട്, എന്റെ കുട്ടീനെ എനിക്ക് നന്നായിട്ട് അറിയാന്ന്, എന്റെ കുട്ടീനെ എനിക്കറിയണത്ര വേറെ ആർക്കും അറിയൂല എന്ന് പറയും. വെറും മണ്ടത്തരാ അത്. നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന വെറും മണ്ടത്തരാണത്. നിങ്ങളെ മക്കൾക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാന്നുള്ളത്. മക്കളെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാന്നുള്ളത് നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന മണ്ടത്തരാ. നേരെ തിരിച്ചാ, നിങ്ങളെ മക്കൾക്കാണ് നിങ്ങളെ നല്ലോണം അറിയാം. എന്റെ അമ്മക്ക് എന്ത് ഇഷ്ടമല്ല എന്നുള്ളത് മക്കൾക്ക് അറിയാം, എന്ത് ഇഷ്ടമാണ് എന്നുള്ളത് മക്കൾക്ക് അറിയാം. എന്റെ അമ്മനോട് ഞാൻ എന്തൊക്കെ പറയണം, എന്ത് പറഞ്ഞാലും അമ്മക്ക് ഇഷ്ടപ്പെടുക, എന്ത് പറഞ്ഞില്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കാം എന്നുള്ളതൊക്കെ മക്കൾക്ക് അറിയാം. അതുകൊണ്ട് ഒരു നിങ്ങൾ കേൾക്കാനുള്ളത് മാത്രമേ പറയുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്നത് മാത്രമേ അവർ ചെയ്യുള്ളൂ. നിങ്ങൾ എന്താണോ കാണാനും കേൾക്കാനും ഇഷ്ടപ്പെടുന്നത് മാത്രമേ അവർ പറയുള്ളൂ. ബാക്കിയൊക്കെ ഓരെന്ത് ചെയ്യും, വിഴുങ്ങും, ഒന്നും പറയൂല. നമ്മൾ വിചാരിക്കും എന്റെ കുട്ടീനോട് എല്ലാം പറയുന്നുണ്ട്, നല്ല കുട്ടിയാണ്, മിടുക്കിയാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഉമ്മമാരെപ്പോഴും മക്കളുടെ, പെൺകുട്ടികളുടെ ഭയങ്കര ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരാ അല്ലേ. നമ്മളെ കുട്ടികൾ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ മൊബൈൽ ഫോണൊക്കെ ഓർക്ക് സുലഭമായിട്ട് കിട്ടും. കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാല് നമ്മുടെ മക്കൾക്കൊക്കെ മൊബൈൽ ഫോൺ നന്നായിട്ട് കിട്ടാൻ തുടങ്ങുന്ന സമയത്ത് ഇപ്പം തന്നെ നമ്മുടെ കുറച്ചും കൂടി നമ്മളെ വീട്ടിൽ കുറച്ചും കൂടെ വലിപ്പമുള്ള പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോ മൊബൈൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓരോ ഫ്രണ്ട്സിന്റെ നമ്പറൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. റന ബെസ്റ്റി എന്നൊക്കെ കൂട്ടിയിട്ട്, അല്ലെങ്കിൽ സഫ ഒരു ലവ് ചിഹ്നം, അല്ലെങ്കിൽ കണ്ണിൽ സ്റ്റാർ കത്തിയ ചിഹ്നമൊക്കെ ഉണ്ടാവും. ഫ്രണ്ട്സിന്റെ പേര് സേവ് ചെയ്യുമ്പോ നിങ്ങളെ പേര് എങ്ങനെയാ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാ നോക്കുക. ചിലപ്പോ സേവ് പോലും ചെയ്തിട്ടുണ്ടാവില്ല നിങ്ങളെ നമ്പറൊന്നും. ലാസ്റ്റത്തെ നമ്പർ കണ്ടാ അറിയണ്ടാവും നിന്റെ അമ്മേനെ, കുഴപ്പമില്ല. ഇനിയിപ്പോ നാലാളെ ഇടയിൽ പോകുമ്പോ ആൾക്കാർ കാണുമ്പോ മോശമല്ലേ വിചാരിച്ചിട്ട് മോം, ഡാഡ്, പപ്പ, മമ്മ, ഉമ്മച്ചി, ഇപ്പച്ചി അല്ലെ, പോപ്സ്, മോംസ് എന്നൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചിഹ്നം ഒന്നും കൊടുക്കൂല. ഫ്രണ്ട്സിന് ലവ് ചിഹ്നം, കണ്ണില് സ്റ്റാർ കത്തി ഇമോജിന്റെ ചിഹ്നമൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചിഹ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി അഥവാ ഉണ്ടെങ്കില് നമ്മളെ വാട്സപ്പിലെ ഇമോജി എടുക്കാം. അതിൽ കുറെ താഴേക്ക് ഇങ്ങനെ വരുമ്പോ ഒരു ഭൂതണ്ട്, പല്ലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് രണ്ട് കൊമ്പൊക്കെ ഉള്ള ചോന്ന മുഖമായിട്ട് ഇങ്ങനെ പിടിച്ചിട്ടൊരു സാധനം കണ്ടിട്ടറിയില്ല. എന്താണ് ഉമ്മമാരെ പേര് സേവ് ചെയ്യുമ്പോ കൊടുക്കുക. വാപ്പാരെ പേര് സേവ് ചെയ്യുമ്പോ ഒരു പരിചയം 2 വാളുവാ. അപ്പൊ എന്താ എന്റെ വാപ്പ ഇങ്ങോട്ട് വരട്ടെ, കാണിച്ചരട്ടോ, പറഞ്ഞ് വാപ്പ ചീത്ത പറയണേ, അടിക്കണേ ആളാ. അപ്പൊ വാപ്പാന്റെ അടുത്ത് എപ്പോഴും ഡിഫെൻഡ് ചെയ്ത് നിൽക്കണം. അതിനാണ് ഈ പരിചയം വാളും. ഇതാണ് മക്കളെ അവസ്ഥ. കുറച്ചും കൂടി വലിയ മക്കളെ അവസ്ഥ ഇതാണ്. ഇവര് പോണത് ആ ഒരു കാലഘട്ടത്തിലേക്കാ. നിങ്ങളടുത്ത് ഫോൺ ഉണ്ടാവോ എന്നുള്ളത് സംശയാന്ന് അല്ലെ, മക്കളടുത്തായിരിക്കും എല്ലാം. ഇതാണ് നമ്മൾ. അപ്പൊ അതിനുള്ളത് നമ്മൾ നമ്മളെ മക്കളെ ഇപ്പൊ തന്നെ എന്ത് ചെയ്യണം, ഫോസ്റ്റർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഓരെങ്ങനെ നമ്മള് മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ള ധാരണ നമ്മളെ മക്കൾക്ക് തോന്നണം. നമ്മൾ ജീവിക്കുന്നത് നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് നമ്മളെ മക്കൾക്ക് തോന്നണം. അതെങ്ങനെയാ തോന്നല്? നമ്മള് ഇടപെടുന്നതില്, നമ്മൾ അവരുമായിട്ട് സംവദിക്കുന്നതില്, നമ്മൾ ഓരെ കേട്ടിരിക്കുമ്പോ ഓർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുമല്ലോ. എന്റെ ഉമ്മാക്ക് എന്താടാ എന്റെ ഉമ്മാക്ക് എന്നോട് ഇഷ്ടമുണ്ടോ ചോദിച്ചു ഞാൻ. LKG UKG മക്കളാ, മക്കളെ പ്രായമുള്ള മക്കളാ, ഇഷ്ടമുണ്ടോ ചോദിച്ചു. ഉമ്മാക്കും ഉപ്പാക്കും നിങ്ങളെ ഇഷ്ടാണോ ചോദിച്ചു ഞാൻ. ഓൻ പറഞ്ഞു ആ ഇഷ്ടാണല്ലോ പറഞ്ഞു. അപ്പൊ ഓൻ ചോദിച്ചു എന്താ, ഞാൻ ചോദിച്ചു അവനോട് എന്താ ഇഷ്ടാണ് എന്ന് അറിയാൻ കാരണം എന്താ ചോദിച്ചു. എന്റെ ഉമ്മാക്കും ഉപ്പാക്കും എന്നെ ഇഷ്ടാണെന്ന് എനിക്ക് എങ്ങനെ മനസ്സിലായത് ചോദിച്ചു. അപ്പൊ ഓൻ പറഞ്ഞൊരു വാക്കുണ്ട്,
ഞാൻ പറയണൊക്കെ എന്റെ അമ്മ എനിക്ക് വാങ്ങി തരലുണ്ടല്ലോ. ഞാൻ നാളെ സൈക്കിൾ വേണമെന്ന് പറഞ്ഞപ്പോ എന്റെ വാപ്പ അപ്പ തന്നെ വാങ്ങി തന്നു. ഞാൻ നാളെ അമ്മായിന്റെ അടുക്ക് വിരുന്ന് പോട്ടെ വെച്ചപ്പോ എന്റെ അപ്പ അയച്ചില്ല. പക്ഷെ അമ്മ ചോദിച്ച് അയപ്പിച്ച്. ഒരു ഇഷ്ടം വിചാരിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾ ചെയ്തു കൊടുക്കണ കാര്യത്തിലാ. നിങ്ങൾ എന്താണോ അവർക്ക് ചെയ്തു കൊടുക്കണം, നിങ്ങൾക്ക് അവർക്ക് വാങ്ങി കൊടുക്കണ്ടോ? നിങ്ങൾ അവർക്ക് സാധനങ്ങൾ വാങ്ങി കൊടുക്കണ്ടോ? നിങ്ങൾ ഓരോ നന്നായിട്ട് നോക്കുന്നുണ്ടോ? ഈ പനി വരുന്ന സമയത്ത് നിങ്ങൾ കഞ്ഞി വാരി കൊടുക്കുന്നൊന്നും ഓരിടയിൽ ഇഷ്ടമൊന്നുമില്ല. നിങ്ങൾ വാങ്ങി കൊടുക്കുന്നതിൽ മാത്രം ഒരു ഇഷ്ടം കണ്ടെത്തണം, സ്നേഹം കണ്ടെത്തണം. മനസ്സിലായോ? ഞങ്ങൾക്ക് എന്ത് എന്റെ അമ്മ ചെയ്തു തന്നാലും അതാണ് സ്നേഹം എന്ന് അവര് വിചാരിച്ചു വെച്ചിട്ടുണ്ട്. അത് മാറ്റേണ്ടത് ആരാണ്? നമ്മളാണ്. അപ്പം അങ്ങനെയാണ് നമ്മള് മുന്നോട്ട് പോകേണ്ടത്. നമ്മളെ മക്കള് നന്നായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ ഹലോ എന്ന് പറയുമ്പോ ഹായ് എന്ന് പറയണം. മക്കൾക്ക് മാത്രല്ല പറയൂലേ, ഞാൻ ഹലോ എന്ന് പറയുമ്പോ ഹായ് എന്ന് പറയണം. ഉമ്മമാരും പറയണേ, ഉമ്മമാരും പറയണോ. മറ്റേ ഞാൻ വിചാരിക്കും നിങ്ങളെ മാതിരി തന്നെയാണ് നിങ്ങളെ മക്കളൊന്ന്. നിങ്ങളും ഉണ്ടാകുന്ന നിങ്ങളെ മക്കളും ഉണ്ടാക്കും. നിങ്ങൾ ബാക്ക് പോയാൽ നിങ്ങളെ മക്കളും ബാക്ക് പോകും. നിങ്ങളെ കണ്ടിട്ട് അവര് വളരണം. ഹലോ, നിങ്ങൾക്ക് ഇത്ര സൗണ്ട് ഒന്നല്ലല്ലോ അവരോട് ഒച്ചടുമ്പോ. ഹലോ ഹലോ. ഞാൻ ഹായ് എന്ന് പറയുമ്പോ അപ്പൊ നിങ്ങൾ എന്ത് പറയും? ഹലോ പറയും. റെഡി അല്ലേ? ഹലോ ഹായ്. ഞാൻ ഡും ഡും എന്ന് പറയും. അപ്പൊ നിങ്ങൾ എന്ത് പറയണോ? പി പി എന്ന് പറയണം. ഇനിയിപ്പൊ പി പി എന്ന് പറയാൻ നിങ്ങൾക്ക് വലിയ മടിയാച്ചാ ഞാൻ പി പി പറഞ്ഞോളാം. നിങ്ങൾ ഡും ഡും പറഞ്ഞാ മതി. ഓക്കെ, പി പി. ഒച്ച പോരാ, ഇത്ര ഒച്ച ഒന്നല്ലല്ലോ. ചൂടാവുമ്പോ ഡും ഡും ഒച്ച നല്ലോണം വരണോ? ഓക്കെ, പി 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 ഡും ഡും. പി പി പറയണം കേട്ടോ. അപ്പൊ ഡും 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 ഡും. ഇതൊക്കെ ഭയങ്കര നാണക്കേട് ഇത് പറയാൻ. ചിലരൊന്നും മിണ്ടുന്നേ ഇല്ല. അതെന്താ അത്ര നാണക്കേട്? ഡും 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 ഡും. കുറച്ചുകൂടെ ഓർക്കാനാ. ഡും ഡും പി 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 പി. ഒരാൾ നല്ല പറയുന്നുണ്ട് ഇവിടെ. ഡും ഡും ഡും. മൂപ്പർക്ക് ഇതേക്ക് ഇഷ്ടമായിക്കണമെന്ന് തോന്നുന്നുണ്ടത്. ഡും 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 പി 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 പി. ഞാനൊരു നാടൻ പാട്ട് പാടിത്തരാം. ഓക്കെ, നാടൻ പാട്ട് ശ്രദ്ധിക്കണം കേട്ടാ. തെയ്യാ തീനന്താ തീനന്തീനന്താര താ തെയ്യം തെയ്യാര. അതാണ് വായ്ത്താരി. ഓക്കെ, കൂടെ മ്യൂസിക് ഇട്ടാലും മതി. നമ്മൾ മ്യൂസിക് ഇടൂലേ, ചില പാട്ടിന്റെ വേർഡ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ എന്ന് പറയൂല നമ്മള്, അതേമാതിരി പറഞ്ഞാൽ മതി. തെയ്യാ തീനന്താ തീനന്തീനന്താര താ തെയ്യം തെയ്യാര. എന്താ കയ്യടിക്കാത്ത? ചായയും ബിസ്ക്കറ്റും കിട്ടിയതുകൊണ്ടാണ്. ഓക്കെ, തെയ്യാതീനന്താ തീനന്തീനന്താരാ താ തെയ്യം തെയ്യാര. കൊച്ചച്ചൻ വീട്ടിൽ വിരുന്നിനു പോയേ താ തെയ്യം തെയ്യാര. വ്യാഴാഴ്ച ആവാനും വെള്ളിയാഴ്ച ആവാനും കാത്തിക്കല്ലേ, വേ മണ്ടാന് സാധനങ്ങളൊക്കെ പാടെ പാക്ക് ചെയ്ത് അതേമാതിരി വിരുന്ന് പോയ ഒരാളെ കഥയാണ് പറയുന്നത് കേട്ടോ. കൊച്ചച്ചൻ വീട്ടിൽ വിരുന്നിനു പോയേ താ തെയ്യം തെയ്യാര. തെയ്യാതീനന്താ തീനന്തീനന്താരാ താ തെയ്യം തെയ്യാര. ഇനിയോ നമ്മള് പോകുമ്പോ നമുക്ക് ഇങ്ങനെ തിരിച്ചു വരുമ്പോ എന്തെങ്കിലുമൊക്കെ തിന്നിട്ട് ആരാണെങ്കിലും വിടുള്ളൂ. നമ്മളമ്മമാരൊക്കെ അങ്ങനെയല്ലേ ചെയ്യാ. എന്നാ അതൊന്നും ചുളിവ് കൂടെയൊക്കെയാണ് കയ്യിൽ വന്ന് ഇങ്ങനെ വെച്ചുതരാ. മക്കളെ കയ്യിൽ കൊണ്ടു കൊടുക്കണുണ്ടല്ലേ നിങ്ങൾ? നമ്മളമ്മമാരുപ്പമാരൊക്കെ 2 റുപ്യായിട്ടും 3 റുപ്യായിട്ടും 10 റുപ്യൊക്കെ ആയിട്ട് ഇങ്ങനെ ചുളിവ് കൂടെ അങ്ങ് വെച്ചുതരും. അപ്പൊ എന്ത് ചെയ്തു? കൊച്ചച്ച എന്ത് ചെയ്തു? പെരേന്ന് നല്ല ചക്കുള്ള ചങ്ങായിയാ. ചങ്ങായിക്ക് വീട്ടിൽ നിറച്ച് പ്ലാവാണ്. മൂപ്പൻ എന്ത് ചെയ്തു? ചക്കയും കൊടുത്തിട്ടു. കൊച്ചച്ചൻ വീട്ടിന്ന് ചക്കയും തന്നേ താ തെയ്യം തെയ്യാര. കൊച്ചച്ചൻ വീട്ടിന്ന് ചക്കയും തന്നേ താ തെയ്യം തെയ്യാര. ചക്കയെടുത്ത് തലയിലും വെച്ചേ താ തെയ്യം തെയ്യാര. ചക്കയെടുത്ത് തലയിലും വെച്ചേ താ തെയ്യം തെയ്യാര. കുട്ടീനെടുത്ത് ഒക്കത്തും വെച്ചേ താ തെയ്യം തെയ്യാര. ചക്ക എവിടെയാണ്? തലയില്. നല്ല കഥ. ബിസ്ക്കറ്റും ചായ കിട്ടിയപ്പോ ചക്ക എവിടെയാണ് ചോദിച്ചപ്പോ ഒക്കത്തുനിന്ന്, കുട്ടി എവിടെ ചോദിച്ചപ്പോ തലയിലൂന്നും. നല്ല കഥ. നിങ്ങൾ ബിസ്ക്കറ്റ് ചായ കിട്ടിയ ഇങ്ങനെ മലക്കം അറിയെങ്കിൽ മക്കളെ കാര്യക്ക് ഒരു സംശയമുണ്ട് അല്ലേ? തെയ്യാതീനന്താ തീനന്തീനന്താരാ താ തെയ്യം തെയ്യാര. തെയ്യാതീനന്താ തീനന്തീനന്താരാ താ തെയ്യം തെയ്യാര. ചക്കയെടുത്ത് തലയിലും വെച്ചേ താ തെയ്യം തെയ്യാര. കുട്ടീനെടുത്ത് ഒക്കത്തും വെച്ചേ താ തെയ്യം തെയ്യാര. കിടുകിടാ കിടുങ്ങണ പാലത്ത് കരേ കരേ കരേ. കിടുകിടാ കിടുങ്ങണ പാലത്ത് കരേ
ഏതാ പാലം ഇങ്ങനെ കുലുങ്ങിക്കൊണ്ട് ഒരു പാലാണ്, പാലം കുലുങ്ങിക്കൊണ്ട് ഒരു പാടം. അങ്ങനെ കിടുകിട പാലം എന്ന് പറഞ്ഞാല് അമ്മാരി കുലുക്കാണ് പാലത്തിന്. അപ്പൊ ചക്കയും കുട്ടീനെയും കൊണ്ട് പോവാണ്. എന്താ പറ്റാ നോക്കാം നമുക്ക്. കിടുകിട പാലത്ത് കേറേ താതയ്യം തെയ്യാരാ തെയ്യാ തീനന്താ തീനന്താരാ താതയ്യം തെയ്യാരാ. പാലം കുലുങ്ങിയപ്പം ആളും കുലുങ്ങേ താതയ്യം തെയ്യാരാ. പാലം കുലുങ്ങും. സ്വാഭാവികമായിട്ട് നമ്മളും എന്ത് ചെയ്യും? ബാലൻസ് ചെയ്യാന് നമ്മളും കുലുങ്ങും. ഉമ്മ ചെയ്ത പണി എന്താ അറിയോ നിങ്ങക്ക്? പാലം കൂലിങ്ങപ്പം ആളും കൂലുങ്ങേ താതയ്യം തെയ്യാരാ തെയ്യാ തീനന്താരാ താതയ്യം തെയ്യാരാ. കുട്ടീനെ വിട്ടിട്ട് ചക്ക പിടിച്ചേ താതയ്യം തെയ്യാരാ. ചക്കയാണ് വലുത്. കാരണം നമ്മളോട് ഒരു വിലാവ് പോലും ഇല്ല. കൊച്ചച്ഛൻ അത്രക്ക് മേലെ കയറി പറിച്ചിട്ട് തന്നെ തോട്ടൊക്കെ ഇട്ട് പറിച്ചിട്ട് തന്നെ ചക്കയാണ്. അത് പോയാലേ സഹിച്ചൂല. പോയിട്ട് ചക്ക കൂട്ടാൻ വെക്കാണ്ട് ബാക്കി പൊപ്പിക്കാൻ വെക്കാണ്ട് എടുത്തുള്ളവർക്കൊക്കെ കൊടുക്കാനുണ്ട്. ആളെന്ത് ചെയ്ത് കുട്ടീനെ തോട്ട് കിട്ടുകാണ്ട് ചക്ക പിടിച്ച് അല്ലേ അല്ലേ. കുട്ടീനെ വിട്ട് ചക്ക പിടിച്ചേ താതയ്യം തെയ്യാരാ തെയ്യാ തീനന്താരാ താതയ്യം തെയ്യാരാ. അയ്യോ ദേവിയെ കുട്ടിന്റെ ദേവിയെ താതയ്യം തെയ്യാരാ. കുട്ടീനെ വിട്ടതിന്റെ ശേഷമാണ് ആലോചിച്ചത്, പഠിച്ച റബ്ബേ 10 മാസം ചുമന്ന് ഉണ്ടാക്കിയതാണല്ലോ, കുറച്ച് പണി വിട്ടിട്ടുണ്ട്, ചക്ക വാണ്ടിയില്ലേന് കുട്ടീന്റെ മതിയേനു എന്നുള്ളത് അല്ലെ. പിന്നെയാണ് ആൾക്ക് ബോധോദയം വന്നത്. ആരെയാണ് കൊണ്ടുപോയിട്ടിട്ടുള്ളത്? കുട്ടീനെയാണ്. അയ്യോ ദേവിയെ കുട്ടിന്റെ ദേവിയെ താതയ്യം തെയ്യാരാ തെയ്യാ തീനന്താരാ താതയ്യം തെയ്യാരാ തെയ്യാ തീനന്താരാ താതയ്യം തെയ്യാരാ. ഇതാണ് പാട്ട്. നമ്മളെ മക്കൾക്ക് പാടി കൊടുക്കുന്ന പാട്ടിലും നമ്മൾ പാടുന്ന പാട്ടിലൊക്കെ കുറെ കഥകൾ ഉണ്ടാവും. അത് നമുക്ക് പഠിക്കാനും മക്കൾക്ക് പഠിക്കാനും ഒക്കെ നല്ലതാ. അപ്പൊ എന്ത് ചെയ്യാ, കാത്തു ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ മുത്തശ്ശി കഥകൾ ഇട്ട് കൊടുത്തോളി, കുഴപ്പമൊന്നുമില്ല. മക്കളെ കൂടെ അത് പാടും കൂടിയും ചെയ്യണം. മക്കളൊപ്പം ഇരുന്നിട്ട് അത് പാടാനും കൂടെ പറ്റണം അല്ലെ. ആരു പറഞ്ഞു മ്യാവൂ ഞാനാണിങ്ങടെ കാത്തു, എന്നോടിഷ്ടം കൂടാൻ ആർക്കാണ് ഇഷ്ടം ഇഷ്ടം. ആരു പറഞ്ഞു മ്യാവൂ. അത് നിങ്ങൾക്കൊക്കെ അറിയാം, പാട്ട് നിങ്ങൾക്കറിയാം. നാണക്കേട് വിചാരിച്ചിട്ടാണ് പാടാത്തതെന്ന് പറയാം അല്ലേ. ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ അറിയില്ലേ? പാടിയാലോ? Twinkle twinkle little star, like a diamond in the sky. അറിയാപ്പോ, പാട്ടൊക്കെ അറിയാം അല്ലെ. മാപ്പിള പാട്ട് പാടുക നമ്മള്. ഏതാണ് ഇപ്പൊ ഭയങ്കര വൈറലായ ഒരു പാട്ടുണ്ടല്ലോ, ആരാരും അറിയില്ല പാട്ട്. ആരാരും മനസ്സിൽ നിന്നൊരു ഇല്ലുമിനാറ്റിയാണ് ഇപ്പൊ എല്ലാവർക്കും അല്ലെ. ഇല്ലുമിനാറ്റി അല്ലേ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ മിന്നും സൂര്യനും ചന്ദ്രനും കാലം കത്തുവച്ച രക്ഷകാണ് സിംഹരകാണ് ഞങ്ങൾ കണ്ണനെ വന്നവന് ഭയമേ മാറിപ്പോയി അണ്ണമ്മ കുമ്പിട്ട് നില്ല് അല്ലെ. ഇല്ലുമിനാറ്റി ഇതാണ് മക്കൾക്ക് ഇഷ്ടം. എന്നോട് പറയും ഇല്ലുമിനാറ്റി പാടി ടീച്ചറായത്. ഞാൻ ചെന്ന് വേറെ വല്ല പാട്ടൊക്കെ പാടി ഓല് പറയാ ഇല്ലുമിനാറ്റി പാടി ടീച്ചറേന്നാ അല്ലെ. അങ്ങനെ കുറെ പാട്ടുകളൊക്കെ ഇപ്പൊ ഇങ്ങനെ വരുന്നുണ്ട്. മക്കളെ കൂടെ അതൊക്കെ പാടി നോക്കാം. ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആവാത്ത വിധമുള്ളതായ എല്ലാ ആഡംബരങ്ങളും ഒന്നായി കൂട്ടിക്കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദമൃത കല്യാണം. ആരാരും മനസ്സിൽ നിന്നൊരിക്കലും ആവാത്ത വിധമുള്ളതായ നല്ല ആഡംബരങ്ങളും ഒന്നായി കൂട്ടിക്കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദമൃത കല്യാണം അല്ലേ. അറിയില്ല ഈ പാട്ട്? പിന്നെ ഇതുണ്ടല്ലോ, അസർമുല്ല മണം വീശും കാറ്റേ വന്ന് മിസ്റിന്റെ കഥ പറഞ്ഞാട്ടേ. ഉമ്മമാർക്ക് അറിയൂലേ ഈ പാട്ട്? പാടൂലേ? ഒരുമിച്ച് പാടൂലേ? കൈ അടിക്കണം കേട്ടോ എല്ലാരും. ചായ കിട്ടി ടൈമ മലക്കം അറിയാം എല്ലാരും അല്ലേ. പെരെ പോയിട്ട് നമുക്ക് ബാക്കി ചായ നമുക്ക് കുടിക്കാം. ഓക്കെ, റെഡി? കൈ കൊട്ടണേ. റെഡി, 1 2 3 സ്റ്റാർട്ട്. അസർമുല്ല മണം വീശും കാറ്റേ വന്ന് മിസ്റിന്റെ കഥ പറഞ്ഞാട്ടേ. മുഖപൊത്തി സുലൈക്കപ്പൂവീവി പണ്ട് മൊഹബത്താലല്ലേ ചിരി തൂകി.
നിങ്ങളൊക്കെ നന്നായിട്ട് പാട്ട് പാടുന്ന ആൾക്കാരാണ്. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. കാലിമെയ്യുന്ന പുല്ലാണിക്കാട്ടിൽ കണ്ണിമാങ്ങ കടിച്ചു നടക്കാം. കാറ്റിൻ പാദസരങ്ങൾ കിലുക്കാം. കുന്നി മഞ്ചാടി കുന്നിലേറാം. ഇതൊക്കെ കുറെ നൊസ്റ്റാൾജിക്ക് തരുന്ന പാട്ടുകളാ. ചിലരൊക്കെ ഇങ്ങനെ അന്തം വിട്ട് ആലോചിച്ചിരിക്കുന്നുണ്ട് അന്നത്തെ നല്ല കാലം അല്ലേ അല്ലെ. എവിടെയൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിംഗ് ഒക്കെയാണ് എല്ലാവർക്കും. അപ്പൊ വൈൻഡപ്പ് ചെയ്യാണ്. ഒരു പാട്ടും കൂടെ പാടിയിട്ട് ഞാൻ നിർത്താം. നിങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങളെ കയ്യിലൊക്കെ വളർന്നു വരുന്നത് മാലാഖ കുട്ടികളാണ്. മാലാഖ കുട്ടികളാണ് നിങ്ങളെ കയ്യിലൊക്കെ വളർന്നു വരുന്നത്. നിങ്ങളെ അതായത് ഉമ്മമാരും അപ്പമാരെന്ന് പറയുന്നത് അത്രക്കും, അതായത് വേറെ എന്ത് പ്രൊഫഷനോ എന്തുണ്ടായിക്കോട്ടെ, നിങ്ങൾ അത്രയും എന്ത് വരില്ല, അത്രയും എഫേർട്ട് ഇടുന്ന, അത്രയും സാക്രിഫൈസ് ചെയ്യുന്ന ആൾക്കാര് വേറെ ഇല്ല. വാപ്പാരെയും അമ്മാരെയും അല്ലെങ്കിൽ അച്ഛനെയും അമ്മേനെയും സംബന്ധിച്ചിടത്തോളം വേറൊരു മനുഷ്യനും ഇത്രത്തോളം സാക്രിഫൈസ് ചെയ്യൂലെന്നാ. ഒന്നും നിങ്ങൾ പല കാര്യങ്ങളും വേണ്ട വെക്കുന്നുണ്ട്. ആർക്ക് വേണ്ടിയിട്ടാ? നിങ്ങളെ മക്കൾക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് നാളത്തേക്ക് വേണ്ടിയിട്ട് ഓരോ കൃത്യമായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടത് നിങ്ങളെ ഉത്തരവാദിത്തമാണ്, നിങ്ങളെ കടമയാണ്, നിങ്ങളെ സ്വപ്നമാണ് അല്ലെ. അപ്പൊ അത് കൃത്യമായിട്ട് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. കടലിൽ കൺമഷി പോലെ കനവിൽ പെൺവിളി പോലെ കാത്തിരിക്കാൻ കൂട്ടുപോരും കുരുവികളെ. വയലിൽ നെന്മണി പോലെ ചിമിഴിൽ ചെറുചിരി പോലെ ഓർത്തുവെക്കാൻ കൂട്ടുപോകും കുയിലുകളെ. ഒരു കിളിമകളോട് വെറുതെ കഥ പറയുകയായി മിഴികൾ. നറുനിലവൊളി വീണ കുളിരല ചൂടി രാവിൽ നേരമോടെ ഇളകിയ കടലിൽ കൺമഷി പോലെ കനവിൽ പെൺവിളി പോലെ കാത്തിരിക്കാൻ കൂട്ടുപോരും കുരുവികളെ. വയലിൽ നെന്മണി പോലെ ചിമിഴിൽ ചെറുചിരി പോലെ ഓർത്തുവെക്കാൻ കൂട്ടുപോകും കുയിലുകളെ. ഒരു കിളിമകളോട് വെറുതെ കഥ പറയുകയായി മിഴികൾ. നറുനിലവൊളി വീണ കുളിരല ചൂടി രാവിൽ നേരമോടെ ഇളകിയ. അപ്പൊ ഒരുപാട് നന്ദി. ഞാൻ 2 ദിവസമായിട്ട് ഭയങ്കര കിടപ്പിലേനു. ഒരാഴ്ച മുന്നേ എന്നോട് പരിപാടി പറഞ്ഞിരുന്നു. ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഇരുന്ന് ആവി പിടിച്ച് ഡോക്ടറെ കാണിച്ച് ഇഞ്ചക്ഷനൊക്കെ വെച്ച് ഈ പരിപാടിക്ക് വന്നതാണ് ഞാൻ. അതുകൊണ്ട് എന്റെ സൗണ്ടൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പം അത് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അപ്പൊ ഒരുപാട് നന്ദി. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയതില്, സംവദിക്കാൻ പറ്റിയതില്. അപ്പം ഒരുപാട് നന്ദി. ഇന്ന് എത്ര നേരം സഹിച്ചിരുന്നേന്, കേട്ടിരുന്നേന് ഒരുപാട് നന്ദി. എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും.